സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ഇക്വേഷനിൽ തുടങ്ങാം നമുക്ക് ആദ്യമേ. അപ്പൊ ഇക്വേഷനിലുള്ള ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ് 6 more marks and I would have got full 100 marks in math test. Rajan was sad. How much mark did he actually get? മലയാളം ക്വസ്റ്റ്യൻ. 6 മാർക്ക് കൂടി കിട്ടിയിരുന്നെങ്കിൽ കണക്ക് പരീക്ഷയ്ക്ക് 100 മാർക്ക് ആയേനെ. രാജന്റെ സങ്കടം. രാജന് എത്ര മാർക്കാണ് കിട്ടിയത്? അതായത് 100 മാർക്കുള്ള ഒരു കണക്ക് എക്സാം, 100 മാർക്കുള്ള ഫുൾ മാർക്ക് എത്ര? 100 ആണ്. 100 മാർക്കുള്ള ഒരു കണക്ക് എക്സാമിന്റെ കാര്യമാണ് അവർ പറയുന്നത്. 100 മാർക്കുള്ള ഒരു കണക്ക് എക്സാമിന് രാജൻ എന്ന് പറഞ്ഞ ഒരു കൊച്ചിന് ഒരു 6 മാർക്ക് കൂടെ കിട്ടിയായിരുന്നെങ്കിൽ അതിൽ ഫുള്ള് മാർക്ക് ആയിപ്പോയാൻ അവന്. 100 മാർക്കുള്ള കണക്ക് എക്സാം ആണ്, അവന് 6 മാർക്ക് കുറഞ്ഞു പോയി. അതല്ല അതിന്റെ അർത്ഥം. 6 മാർക്ക് കൂടെ കിട്ടിയായിരുന്നെങ്കിൽ 100 മാർക്കായിട്ടുള്ള ഫുൾ മാർക്ക് കിട്ടിയാന. ഈ രാജന് 6 മാർക്ക് കൂടെ കിട്ടിയായിരുന്നെങ്കിൽ 100 മാർക്ക് ആയേന എന്നാണ് അവര് പറഞ്ഞിരുന്നത്. അപ്പൊ അവന് ഈ ഫുൾ മാർക്കിനേക്കാളും 6 മാർക്ക് കുറവെന്നല്ലേ അതിന്റെ അർത്ഥം, അല്ലേ? അപ്പൊ ഇപ്പൊ നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി ആദ്യമേ രാജന് കിട്ടിയ മാർക്കിനെ നമുക്ക് എക്സ് എന്ന് എടുക്കാം. നമുക്ക് അറിഞ്ഞുകൂടാത്ത ഒരു കാര്യമില്ലേ, രാജന് കിട്ടിയ മാർക്ക് എത്രയെന്നല്ലേ ഇപ്പൊ വേണത്. ആ ഒരു കാര്യത്തിന് രാജന് കിട്ടിയ മാർക്കിനെ നമുക്ക് എക്സ് എന്ന് എഴുതാം. അപ്പൊ രാജന് കിട്ടിയ മാർക്കിനെ നമ്മൾ എക്സ് ആയിട്ട് എടുത്തില്ലേ. അപ്പൊ അവർ പറഞ്ഞത് എന്തുവാ? രാജന് കിട്ടിയ മാർക്കിന്റെ കൂടെ ഒരു 6 മാർക്ക് കൂടെ കിട്ടിയായിരുന്നെങ്കിൽ അവന് ഫുൾ മാർക്കായിട്ടുള്ള 100 കിട്ടിയാനാ. എല്ലാവരും പറഞ്ഞേക്കുന്ന രാജന് കിട്ടിയ മാർക്കിന്റെ കൂടെ ഒരു 6 മാർക്ക് കൂടെ കിട്ടിയായിരുന്നെങ്കിൽ ഫുൾ മാർക്ക് കിട്ടിയാണ്. അതായത് ഫുൾ മാർക്ക് എന്ന് പറയുന്നത് 100 ആണ്. അതായത് എക്സ് അധികം 6 ഈക്വൽ ടു 100. ഇതെല്ലാവരും പറഞ്ഞേക്കുന്ന രാജന് കിട്ടിയ മാർക്ക് എക്സ് സമം 100. ഈ പ്ലസ് 6 ഈക്വൽ ടു അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? പ്ലസ് 6 ഈക്വൽ ടു അപ്പുറത്ത് പോകുമ്പോൾ -6 ആവും. അപ്പൊ എത്ര കിട്ടും? 94. അപ്പൊ രാജന് കിട്ടിയ മാർക്കാണ് 94. ഇത്രയുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മദർ ഗേവ് 60 rupees ടു ലിസി ഫോർ ബൈയിങ് ബുക്സ്. ബുക്ക് വാങ്ങാൻ വേണ്ടി ലിസിയുടെ കയ്യിൽ 60 രൂപ കൊടുത്തു. ബുക്ക് വാങ്ങാൻ വേണ്ടി ലിസിയുടെ കയ്യിൽ 60 രൂപ കൊടുത്തു. അമ്മ 60 രൂപ കൊടുത്തു. ഷീ ഗേവ് ബാക്ക് 30 rupees ലെഫ്റ്റ്. ലിസിയുടെ കയ്യിൽ ബാക്കിയുള്ള, ലെഫ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ബാക്കിയുള്ള എന്നാണ് പറഞ്ഞേക്കുന്നത്, ലെഫ്റ്റ്. അപ്പൊ വെറുതെ ലെഫ്റ്റ് നീതണ്ട, മണി ലെഫ്റ്റ്. ബാക്കിയുള്ള പൈസ മണി ലെഫ്റ്റ്. ബാക്കിയുള്ള 13 രൂപ അവള് തിരിച്ച് അമ്മയ്ക്ക് കൊടുത്തു. അമ്മ ആദ്യമേ ലിസിക്ക് 60 രൂപ കൊടുത്ത് ബുക്ക് വാങ്ങാൻ, ബാക്കിയുള്ള 13 രൂപ അവള് തിരിച്ച് അമ്മയുടെ കൊടുത്തു. ഓക്കെ, ഫോർ ഹൗ മച്ച് മണി ഡിഡ് ഷീ ബൈ ബുക്സ്? അവൾ എത്ര രൂപയ്ക്കാണ് ബുക്ക് വാങ്ങിച്ചെന്നാണ് അവിടുത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ അമ്മ ആദ്യം കൊടുത്ത പൈസ എത്ര? 60 രൂപയല്ലേ. 60 രൂപയല്ലേ ലിസിയുടെ കൈ കൊടുത്തത്. ബാക്കി അവൾ ബുക്ക് മേടിച്ച ശേഷം ബാക്കിയുള്ള പൈസ എത്ര? 13 രൂപയല്ലേ ബാക്കിയുള്ളത് തന്നെ. അതായത് ഈ മൊത്തത്തിൽ അമ്മ കൊടുത്ത പൈസയിൽ നിന്ന് ഈ 13 രൂപയും കുറയ്ക്കുമ്പോഴത്തേക്ക് അവിടെ ചെലവായ പൈസ കിട്ടത്തില്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അമ്മ അവൾക്ക് 60 രൂപ കൊടുത്ത്, പിന്നെ അവൾക്ക് ബുക്ക് മേടിച്ച ശേഷം ബാക്കിയുള്ള പൈസയുടെ 13 രൂപ. അതായത് അവളെ കൈ ബാക്കിയുള്ള പൈസ 13 രൂപ, അമ്മ കൊടുത്ത പൈസ 60 രൂപ. അപ്പൊ ഈ കൊടുത്ത പൈസയിൽ നിന്ന് ഈ ബാക്കി വന്ന പൈസയായിട്ടുള്ള 13 രൂപ കുറയ്ക്കുമ്പോഴത്തേക്ക് അവിടെ ചെലവായ പൈസ കിട്ടത്തില്ലേ? അതായത് ഫോർ ഹൗ മച്ച് മണി ഡിഡ് ഷീ ബൈ ബുക്സ്. അപ്പം ബുക്ക് വാങ്ങിയ പൈസ മണി സ്പെൻഡ് ഫോർ ബൈയിങ് ബുക്സ്. ബുക്ക് വാങ്ങാൻ വേണ്ടി ചെലവഴിച്ച പൈസ എന്ന് പറയുന്നത് ഈ ടോട്ടൽ അമ്മ കൊടുത്ത പൈസയിൽ നിന്ന് ബാക്കി അവളെ കയ്യിലുള്ള പൈസ കുറയ്ക്കണം ഇല്ലേ? അപ്പൊ 60 മൈനസ് 13. 60 മൈനസ് 13 എത്ര? 47 അല്ലേ? അപ്പൊ 47 രൂപയാണ് അവള് ബുക്ക് വാങ്ങാൻ വേണ്ടി ചെലവഴിച്ച പൈസ. ഓക്കെ അല്ലേ? പിന്നെ അവൻ മൂന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഗോപാലൻ ബോട്ട് എ ബഞ്ച് ഓഫ് ബനാനാസ്. 7 of them were rotten which he threw away. Now there are 46. How many bananas were there in the bunch? മലയാളം ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഗോപാലൻ ഒരു കുല പഴം വാങ്ങി. കേടുവന്ന 7 എണ്ണം മാറ്റി കഴിഞ്ഞപ്പോൾ, അതായത് കേടുവന്ന എത്ര? 7 എണ്ണം കേടുവന്നു. 7 എണ്ണം റോട്ടൺ. അപ്പൊ കേടുവന്ന 7 എണ്ണം മാറ്റി കഴിഞ്ഞപ്പോഴത്തേക്ക് 46 എണ്ണം ഉണ്ട്. കേടുവന്ന 7 എണ്ണം മാറ്റി കഴിഞ്ഞപ്പോഴത്തേക്ക് ബാലൻസ് കേടുവന്ന 7 എണ്ണം മാറ്റിയപ്പോഴത്തേക്ക് ബാലൻസ് 46 എണ്ണം ഉണ്ടെന്നാണ് പറഞ്ഞിരുന്നത്. ബാലൻസ് 46 എണ്ണം ഉണ്ട്. കുലയിൽ എത്ര പഴം ഉണ്ടായിരുന്നു? അപ്പൊ ഇതിന്റെ ക്വസ്റ്റ്യൻ എന്തുവാ? ഗോപാലൻ ഒരു കുല പഴം വാങ്ങി.
ഒരു കുല പഴം വാങ്ങിച്ചപ്പോഴത്തേക്ക് അതിനകത്തുള്ളതിൽ ഒരു 7 പഴം അങ്ങ് ചീത്തയായി പോയി. 7 പഴം ചീത്തയായി പോയപ്പോ അവ ഈ 7 പഴം എടുത്ത് കളഞ്ഞു. 7 പഴം എടുത്ത് കളഞ്ഞതിന് ശേഷം ബാക്കി ആ ഒരു കൊല പഴത്തിൽ ഉണ്ടായിരുന്നത് 46 പഴമാണ്. 46 പഴമാണ്. അപ്പൊ മൊത്തത്തിൽ ആ കൊലയിൽ എത്ര പഴം ഉണ്ടായിരുന്നെന്ന് അറിയണം. മൊത്തത്തിൽ എത്ര പഴം ഉണ്ടായിരുന്നെന്ന് അറിയാൻ എന്ത് വേണം? ഇപ്പൊ അവന്റെ കയ്യിലുള്ള പഴം എത്ര ഉണ്ടെന്ന് എണ്ണണം. അതിന്റെ കൂടെ അവ കളഞ്ഞ പഴം കൂടെ കൂട്ടണം. കൂട്ടിയാ പോരെ? അപ്പൊ ടോട്ടൽ എത്ര പഴം ഉണ്ടെന്ന് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ടോട്ടൽ ബനാനാസ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? അവന്റെ കയ്യിലുള്ള പഴം ഇപ്പൊ എത്ര ഉണ്ട്? 46 പഴം ഉണ്ട്. പ്ലസ് അവൻ പഴുത്ത് ചീത്തായി പോയതുകൊണ്ട് എടുത്ത് കളഞ്ഞ എത്ര പഴം ഉണ്ട്? 7 പഴം ഉണ്ട്. 7 = 53. ഓക്കെ അല്ലേ? അപ്പൊ നമ്മുടെ നാലാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിമല സ്പെൻഡ് 163 rupees ഫോർ ഷോപ്പിംഗ് ആൻഡ് നൗ ഷീ ഹാസ് 217 rupees. ഹൗ മച്ച് മണി ഡിഡ് ഷീ ഹാവ് അറ്റ് ഫസ്റ്റ്? അതായത് അപ്പൊ വിമല ഒരു ഷോപ്പിങ്ങിന് പോയിട്ട് 163 രൂപ സ്പെൻഡ് ചെയ്തു. 163 രൂപ ചെലവാക്കി. ആൻഡ് നൗ ഷീ ഹാസ് 217 rupees. അതിനുശേഷം അവളെ കയ്യിൽ ബാക്കിയുള്ള പൈസ എന്ന് പറയുന്നത് 217 രൂപയാണ്. 217 രൂപ ബാക്കിയുള്ള കയ്യിലുണ്ട്. ഹൗ മച്ച് മണി ഡിഡ് ഷീ ഹാവ് അറ്റ് ഫസ്റ്റ്? അവളെ കയ്യിൽ ആദ്യമേ എത്ര രൂപ ഉണ്ടായിരുന്നതാണ് ക്വസ്റ്റ്യൻ. ആദ്യമേ എത്ര രൂപ ഉണ്ടായെന്ന് അറിയണം. എന്ത് ചെയ്യണം? അവള് ചെലവഴിച്ച പൈസയോടെ ഇപ്പൊ ബാക്കിയുള്ള പൈസ കൂട്ടണം. അവള് ചെലവഴിച്ച പൈസയോടെ ബാക്കിയുള്ള പൈസ കൂട്ടിയാ പോരെ? അപ്പം മണി ഷീ ഹാവ് അറ്റ് ഫസ്റ്റ് ഈക്വൽ ടു 163 പ്ലസ് 270. 163 പ്ലസ് 270 എത്ര കിട്ടും? 183. ഓക്കെ അല്ലേ? ഇനി അടുത്ത അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 264 added to a number makes it 452. ഒരു നമ്പറിന്റെ കൂടെ 264 കൂട്ടിയപ്പോഴത്തേക്ക് നമുക്ക് 452 കിട്ടി. ഒരു നമ്പറിന്റെ കൂടെ 264 കൂട്ടിയപ്പോഴത്തേക്ക് 452 കിട്ടി. അപ്പൊ നമുക്ക് ആ നമ്പർ എന്താണെന്ന് അറിഞ്ഞൂടാ. ആ നമ്പറിനെ നമുക്ക് എക്സ് എന്ന് എടുത്തൂടെ? അറിഞ്ഞൂടാത്തൊരു നമ്പറിന്റെ എക്സ് എടുത്തൂടെ? അപ്പൊ ഒരു നമ്പറിന്റെ കൂടെ 264 കൂട്ടിയപ്പോൾ പ്ലസ് 264 കൂട്ടിയപ്പോൾ എത്ര കിട്ടി? 452 കിട്ടി. 452 കിട്ടി. ഫുൾ സ്റ്റോപ്പ്. വാട്ട് ഈസ് ദ നമ്പർ? ആ നമ്പർ എക്സ് എന്ന് പറയുന്നത് ഏതാണ് കണ്ടുപിടിക്കണം. അപ്പൊ എക്സ് ഏതാണ് കണ്ടുപിടിക്കാൻ? എക്സ് ഈക്വൽ ടു ഈ 452 ഈക്വൽ ടു ഇവിടെ പ്ലസ് 264 അല്ലേ? ഈക്വലിന്റെ അപ്പുറത്ത് വന്നു മൈനസ് 264 പ്ലസ് 264 ഈക്വലിന്റെ അപ്പുറത്ത് പോകുമ്പോ മൈനസ് 264 ആവും. അപ്പൊ എത്ര ആൻസർ എത്ര കിട്ടി? അപ്പൊ നമുക്ക് ആൻസർ കിട്ടി 188. ഓക്കെ അല്ലേ? ഇനി നമ്മുടെ ആറാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 198 subtracted from a number makes it 163. ഇതേപോലെ ക്വസ്റ്റ്യൻ തന്നെ, ചെറിയ വ്യത്യാസമേ ഉള്ളൂ. നേരത്തെ അഡിഷൻ ആയിരുന്നു, ഇവിടെ സബ്ട്രാക്ഷൻ ആണ്. ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. 198 subtracted from a number. ഒരു നമ്പറിൽ നിന്ന് 198 കുറച്ചപ്പോഴത്തേക്ക് നമുക്ക് 163 കിട്ടി. 198 subtracted from a number makes it 163. What is the number? ആ ഒരു നമ്പറിനെ നമുക്ക് എക്സ് ആയിട്ട് എടുത്തൂടെ? എക്സ് എന്ന് പറയുന്ന നമ്പറിൽ നിന്ന് 198 കുറച്ചപ്പോൾ മൈനസ് 198 ഈക്വൽ ടു എത്ര കിട്ടി? 163 കിട്ടി. 163 കിട്ടി. ഫുൾ സ്റ്റോപ്പ്. വാട്ട് ഈസ് ദ നമ്പർ? ഈ നമ്പർ ഏതെന്നോണം കണ്ടുപിടിക്കുക. എക്സ് ഏതെന്നോണം കണ്ടുപിടിക്കാൻ നമ്മൾ എന്തോ ചെയ്യും? എക്സ് ഈക്വൽ ടു 163 ഇവിടെ മൈനസ് 198 ഈക്വലിന്റെ അപ്പുറത്ത് പോകും പ്ലസ് 198 ആവും ഇല്ലേ? മൈനസ് 198 ഈക്വലിന്റെ അപ്പുറത്ത് പോകുമ്പോൾ പ്ലസ് ആവും. ഇവിടെ പ്ലസ് ആയിരുന്നെങ്കിൽ ഈക്വലിന്റെ അപ്പുറത്ത് പോകുമ്പോൾ മൈനസ് ആവും. ഇവിടെ ഇൻറ്റു ആയിരുന്നെങ്കിൽ ഈക്വലിന്റെ അപ്പുറത്ത് പോകുമ്പോൾ ഡിവൈഡഡ് ബൈ ആവും. ഇവിടെ ഡിവൈഡഡ് ബൈ ആയിരുന്നെങ്കിൽ ഈക്വലിന്റെ അപ്പുറത്ത് പോകുമ്പോൾ ഇൻറ്റു ആവും. ഓക്കെ, ആൻസർ കിട്ടി. അപ്പൊ നമുക്ക് ആൻസർ കിട്ടി 361. 361. ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്തൊരു സെക്ഷൻ ആയിട്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ ഇല്ല ക്വസ്റ്റ്യൻസ് നോക്കാം. പേജ് നമ്പർ 35, ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 35. അപ്പൊ അതിലെ ക്വസ്റ്റ്യൻ കിട്ടുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻ എ കമ്പനി ദ മാനേജേഴ്സ് സാലറി ഈസ് 5 times ദാറ്റ് ഓഫ് എ പ്യൂൺ. അപ്പൊ ഇതിൽ ഈ ക്വസ്റ്റ്യനെ പറയുന്ന പറഞ്ഞാൽ ആ ഒരു കമ്പനിയിൽ അവിടുത്തെ മാനേജറിന്റെ ശമ്പളം എന്ന് പറയുന്നത് പ്യൂണിന്റെ ശമ്പളത്തിന്റെ 5 ഇരട്ടിയാണ്. മാനേജറിന്റെ ശമ്പളം എന്ന് പറയുന്നത് പ്യൂണിന്റെ ശമ്പളത്തിന്റെ 5 ഇരട്ടിയാണ്.
അപ്പൊ ബാക്കി പറഞ്ഞെന്ന് പറഞ്ഞാൽ ദ മാനേജർ ഗെറ്റ്സ് 40,000 rupees എ മന്ത്. മാനേജറിന് ഒരു മാസം 40,000 രൂപ കിട്ടും. 40,000 rupees എ മന്ത്. ഹൗ മച്ച് ഡസ് എ പ്യൂൺ ഗെറ്റ്സ് എ മന്ത്? അങ്ങനെയാണെങ്കിൽ ആ പ്യൂണിന് ഒരു മാസം എത്ര രൂപ കിട്ടുമെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ? അപ്പൊ ഇവര് പറഞ്ഞത് എന്തുവാ, ഒരു കമ്പനിയിൽ അവിടുത്തെ മാനേജറിന്റെ സാലറി, നമുക്ക് അവിടുത്തെ പ്യൂണിന്റെ സാലറിനെ നമുക്ക് എക്സാക്ട് എടുക്കാം. സാലറി ഓഫ് പ്യൂണിന്റെ സാലറിയെ നമുക്ക് എക്സാക്ട് എടുക്കുകയാണെങ്കിൽ അവിടുത്തെ സാലറി ഓഫ് മാനേജർ എത്ര കിട്ടും? 5x അല്ലേ കിട്ടുന്നത് അല്ലേ? അവര് പറഞ്ഞിട്ടില്ലേ ഈ കമ്പനിയുടെ മാനേജറിന്റെ സാലറി എന്ന് പറയുന്നത് പ്യൂണിന്റെ സാലറിയുടെ 5 ഇരട്ടിയാണെന്ന് പറഞ്ഞിട്ടില്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് സാലറി ഓഫ് ദ പ്യൂണിന്റെ സാലറിനെ നമ്മൾ എക്സാക്ട് എടുത്തപ്പോഴത്തേക്ക് അവിടുത്തെ മാനേജറിന്റെ സാലറി എന്ന് പറയുന്നത് 5x ആയിട്ട് വരും ഇല്ലേ? പ്യൂണിന്റെ സാലറിനെ നമ്മൾ എക്സാക്ട് എടുത്തപ്പോഴത്തേക്ക് മാനേജറിന്റെ സാലറി എന്ന് പറയുന്നത് 5x ആയിട്ട് വരും. ഇത് വേണമെങ്കിൽ തിരിച്ചു വേണമെങ്കിൽ എടുക്കാം, മാനേജറിന്റെ സാലറിനെ എക്സാക്ട് എടുക്കാം. പക്ഷെ അപ്പൊ വരുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ഡയറക്റ്റ് തന്നേക്കുന്ന കാര്യം എന്ന് പറയുന്നത് മാനേജറിന്റെ സാലറി എന്ന് പറയുന്നത് പ്യൂണിന്റെ സാലറിയുടെ 5 ഇരട്ടിയാണെന്നാണ് പറഞ്ഞിരുന്നത്. എക്സ് പ്യൂണിന് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ മാനേജറിന്റെ സാലറിനെ 5x ആയിട്ട് എടുക്കാം. പക്ഷെ നമ്മൾ ഈ മാനേജറിന്റെ സാലറിനെ എക്സാക്ട് എടുക്കുകയാണെങ്കിൽ ഇവിടുത്തെ പ്യൂണിന്റെ സാലറി എന്ന് പറഞ്ഞാൽ മാനേജറിന്റെ സാലറിയുടെ 5/1 അപ്പൊ നമ്മൾ x/5 എന്ന് പറഞ്ഞെടുക്കേണ്ടി വന്നാണ്. അങ്ങനെ ഒരു കൺഫ്യൂഷനിലോട്ട് പോകണ്ട. സാലറി ഓഫ് ദ പ്യൂണിന്റെ സാലറി എന്ന് പറയുന്നത് എക്സാക്ട് എടുക്കുക. അവർ ഡയറക്റ്റ് പറഞ്ഞിട്ടുണ്ട് മാനേജറിന്റെ സാലറി എന്ന് പറയുന്നത് പ്യൂണിന്റെ സാലറിയുടെ 5 ഇരട്ടിയാണ്. അതുകൊണ്ട് ഇവിടെ പ്യൂണിന്റെ സാലറി x ആയതുകൊണ്ട് മാനേജറിന്റെ സാലറി 5x. ഇത്ര എഴുതി ഓക്കെ അല്ലേ? ഇനി ബാക്കി പറയുന്നത് എന്തുവാ? ദ മാനേജർ ഗെറ്റ്സ് 40,000 rupees എ മന്ത്. അപ്പൊ മാനേജറിന് ഒരു മാസം കിട്ടുന്ന പൈസയാണ് 40,000 rupees. അപ്പൊ സാലറി ഓഫ് മാനേജർ എന്ന് പറഞ്ഞാൽ 5x അല്ലേ? അപ്പൊ ഇവിടുത്തെ ഈ 5x എന്ന് പറയുന്ന സാധനമല്ലേ അവര് 40,000 എന്ന് പറഞ്ഞേക്കുന്നത്? 5x എന്ന് പറഞ്ഞ സാധനമല്ലേ ഇവിടെ 40,000 എന്ന് പറഞ്ഞേക്കുന്നത്? അപ്പൊ നമ്മൾക്ക് ഇനി കണ്ടുപിടിക്കാനുള്ള സാധനം എന്ന് പറഞ്ഞാൽ ഹൗ മച്ച് ഡസ് എ പ്യൂൺ ഗെറ്റ്സ് എ മന്ത്. അപ്പൊ അവിടുത്തെ പ്യൂണിന് ഒരു മാസം എത്ര രൂപ കിട്ടുമെന്നാണ് കണ്ടുപിടിക്കുക. ഇത് എത്ര രൂപ കിട്ടുമെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഈ എക്സിന്റെ വില എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ പോരെ? ഈ എക്സ് എത്ര കിട്ടുമെന്ന് കണ്ടുപിടിച്ചാൽ പോരെ? അതിനുവേണ്ടി നമ്മൾ എന്ത് വേണം? 5x. നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു മൾട്ടിപ്ലൈ ചെയ്തേക്കുന്ന സാധനം ഈക്വൽ ടുവിന്റെ അപ്പുറത്ത് പോകുമ്പോൾ ഡിവൈഡഡ് ബൈ ആവും. ഇവിടെ x/5 ആയിരുന്നെങ്കിൽ ഈക്വൽ ടുവിന്റെ അപ്പുറത്ത് പോകുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആയാണ്. ഇവിടെ 5x എന്ന് പറയുമ്പോൾ 5 into x അല്ലേ? 5 into x ഈക്വൽ ടു 40,000 അല്ലേ? 5 into x 40,000 അല്ലേ? ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്ന സാധനം ഈക്വൽ ടുവിന്റെ അപ്പുറത്ത് പോകുമ്പോൾ ഡിവിഷൻ ആവും. അപ്പൊ x ഈക്വൽ ടു 40,000 ഡിവൈഡഡ് ബൈ 5 എന്നിട്ടില്ലേ? 40,000 ഡിവൈഡഡ് ബൈ 5 എന്നിട്ടില്ലേ? ഇവിടെ എത്ര കിട്ടും? 5ഉം 40 കൂടി എത്ര? 8×5 40. എത്ര കിട്ടി ആൻസർ? 8,000 കിട്ടിയില്ലേ? ഓക്കെ. ഞാനിത് പറഞ്ഞു പോണതിന്റെ ഇടയ്ക്ക് തന്നെ മലയാളത്തിൽ സ്റ്റെപ്പുകളെല്ലാം പറയുന്നുണ്ട്. അപ്പൊ മലയാളം മീഡിയക്കാര് അത് കേട്ട് സ്റ്റെപ്പ് എഴുതി പോണേ. പിന്നെ ഇംഗ്ലീഷ് മീഡിയക്കാരെ കാര്യം ഇതിൽ ചില വാല്യൂവിന് സ്റ്റെപ്പ് ഇല്ലാതെ എഴുതുന്നുണ്ട്. അത് ഞാൻ എന്തോ സാധനം എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് കേട്ടിട്ട് നിങ്ങൾ സ്റ്റെപ്പായിട്ട് എഴുതി പോണം. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ദ ട്രാവലേഴ്സ് ഓഫ് എ പിക്നിക് സ്പ്ലിറ്റ് ഈക്വലി ദ 5,200 rupees സ്പെൻഡ്. അതായത് കുറച്ച് യാത്രക്കാര് അവര് ടൂറിനാണ് പോയപ്പോഴത്തേക്ക് 5,200 രൂപ ചെലവായി. 5,200 രൂപ ചെലവായി. ആ ചെലവായ പൈസ ആ ട്രാവലേഴ്സ്, ആ വണ്ടിയിൽ ഉണ്ടായിരുന്ന ട്രാവലേഴ്സ് എല്ലാം കൂടെ തുല്യമായിട്ട് ഭാഗിച്ചാണ് കൊടുത്തത്. ഈച്ച് ഗേവ് 1,300 rupees. ഓരോരുത്തരും 1,300 രൂപ കൊടുത്തു. ഈച്ച് ഗീവ് 1,300 rupees. ഹൗ മെനി ട്രാവലേഴ്സ് വെയർ ദെയർ? അതിനകത്ത് മൊത്തം എത്ര ട്രാവലേഴ്സ് ഉണ്ടെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അത് കണ്ടുപിടിക്കാൻ എന്തോ വേണം? മൊത്തം 5,200 രൂപയാണ് ചെലവായത്. ഓരോരുത്തരും 1,300 രൂപ വെച്ച് കൊടുത്ത് എല്ലാരും തുല്യമായിട്ടാണ് കൊടുത്തതെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ 5,200 എന്ന് പറഞ്ഞ ടോട്ടൽ പൈസയെ ഓരോരുത്തരും കൊടുത്ത ഈ പൈസ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോലെ എത്ര പേര് കൊടുത്തെന്ന് അറിയാൻ പറ്റൂലേ? അതായത് ടോട്ടൽ പൈസ ആയിട്ടുള്ള 5,200 രൂപ ഓരോരുത്തരും തുല്യമായിട്ട് ഭാഗിച്ചാണ് കൊടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒരാൾ കൊടുക്കുന്ന പൈസ എന്ന് പറയുന്നത് 1,300 രൂപയാണ് അവർ തന്നിട്ടുണ്ട്.
അങ്ങനെയാണെങ്കിൽ ഈ മൊത്തത്തിൽ ചെലവായ പൈസ ഡിവൈഡഡ് ബൈ ഒരാൾ കൊടുത്ത പൈസ ചെയ്യുമ്പോഴത്തേക്ക് മൊത്തം എത്ര പേരുണ്ടെന്ന് കിട്ടത്തില്ലേ? കിട്ടുമല്ലേ? അങ്ങനെയാണ് ചെയ്യുന്നത്. Therefore, total travelers is equal to എത്ര? ടോട്ടൽ ചെലവായ പൈസ എത്ര? 5200 ഡിവൈഡഡ് ബൈ 1300. 0 ക്യാൻസൽ. എത്ര കിട്ടി? 4 കിട്ടിയില്ലേ? അപ്പൊ ആകെ യാത്രക്കാരുടെ എണ്ണം സമം 4. ഓക്കെ അല്ലേ? ഇനി അടുത്ത തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ നമ്പർ മൾട്ടിപ്ലൈഡ് ബൈ 12 ഗീവ്സ് 756. ഒരു നമ്പറിനെ, ഒരു സംഖ്യയെ 12 കൊണ്ട് ഗുണിച്ചപ്പോഴത്തേക്ക് അവിടെ കിട്ടിയെന്ന് പറഞ്ഞത് 756 ആണ്. അങ്ങനെയാണെങ്കിൽ ആ ഒരു സംഖ്യ ഏതെന്ന് വേണം കണ്ടുപിടിക്കാൻ. അപ്പൊ എ നമ്പറിനെ നമുക്ക് എന്തായിട്ട് എടുക്കാം? എക്സ് ആയിട്ട് എടുക്കാം. ആ ഒരു സംഖ്യേനെ എക്സ് ആയിട്ട് എടുക്കാം. ഇവര് പറഞ്ഞേക്കുന്നത് എ നമ്പർ മൾട്ടിപ്ലൈഡ് ബൈ 12. അപ്പം എക്സ് ഗുണം 12 അല്ലേ? എ നമ്പർ മൾട്ടിപ്ലൈഡ് ബൈ 12 ഗീവ്സ് എത്ര? 756. വാട്ട് ഈസ് ദ നമ്പർ? നമ്പർ ഏതെന്നാണ് കണ്ടുപിടിക്കുക. നമ്പർ ആണ് ഇവിടുത്തെ എക്സ്. അപ്പൊ എക്സ് വേണം കണ്ടുപിടിക്കാൻ. അപ്പൊ എക്സ് ഈക്വൽ ടു, ഇവിടെ ഗുണിച്ചേക്കുന്നത് ഈക്വലിന്റെ അപ്പുറത്ത് പോകുമ്പോൾ ഡിവിഷൻ ആവും. അപ്പൊ 756 ഡിവൈഡഡ് ബൈ 12 കിട്ടും. എത്ര കിട്ടി? 63. ഓക്കെ അല്ലേ? ഇനി അത് നാലാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ നമ്പർ ഡിവൈഡഡ് ബൈ 21 ഗീവ്സ് 756. ഇവിടെ എ നമ്പർ, ആ എ നമ്പർ അറിഞ്ഞൂടാത്ത ആ നമ്പറിനെ നമ്മൾ എന്തായിട്ട് എടുക്കും? എക്സ് ആയിട്ട് എടുക്കും. എക്സ് എ നമ്പർ ഡിവൈഡഡ് ബൈ 21 ആണ്. നേരത്തെ മൾട്ടിപ്ലൈഡ് ആയത്, ഇവിടെ ഡിവൈഡഡ് ബൈ എ നമ്പർ ഡിവൈഡഡ് ബൈ 21 ഗീവ്സ് 756. അപ്പൊ എക്സ് ഡിവൈഡഡ് ബൈ 21 ഈക്വൽ ടു എത്ര? 756. എ നമ്പർ ഡിവൈഡഡ് ബൈ 21 ഗീവ്സ് 756. വാട്ട് ഈസ് ദ നമ്പർ? നമ്പർ ഏതെന്ന് കണ്ടുപിടിക്കാൻ. ഇതിനെന്തോ ചെയ്യും? എക്സ് ബൈ 21 ഈക്വൽ ടു 756 ഇങ്ങനെ എഴുതിക്കൂടെ? ഇത് ഡിവിഷൻ അല്ലേ? അപ്പൊ ഇവിടെ ഡിവൈഡ് ചെയ്തേക്കുന്ന സാധനം ഈക്വൽ ടുവിന്റെ അപ്പുറത്ത് പോകുമ്പോൾ എന്തുവാകും? മൾട്ടിപ്ലിക്കേഷൻ ആവും. അപ്പൊ എക്സ് ഈക്വൽ ടു 756 ഇൻറ്റു 21 എത്ര കിട്ടി? 15876 കിട്ടിയ. ഓക്കെ അല്ലേ? ഇനി അടുത്ത സെക്ഷൻ ആണ് ഡിഫറന്റ് ചേഞ്ചസ്. ആ ഡിഫറന്റ് ചേഞ്ചസ് ഇല്ല. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേജ് നമ്പർ 37. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അനിത ആൻഡ് യുവർ ഫ്രണ്ട്സ് ബോട്ട് പെൻസ്. അനിതയും അവളെ കൂട്ടുകാരും കൂടെ കുറച്ച് പേന മേടിച്ചു. ഫോർ 5 pens bought together. 5 പേന ഒരുമിച്ച് മേടിച്ചപ്പോൾ ദേ ബോട്ട് എ ഡിസ്കൗണ്ട് ഓഫ് 3 rupees. 5 പേന ഒരുമിച്ച് മേടിച്ചപ്പോൾ 3 രൂപ ഡിസ്കൗണ്ട് കിട്ടി. 5 പേന ഒരുമിച്ച് മേടിച്ചപ്പോൾ 3 രൂപ ഡിസ്കൗണ്ട് കിട്ടി. ആൻഡ് ഇറ്റ് കോസ്റ്റ് ദം 32 rupees. അവർക്കപ്പോ 32 രൂപ കിട്ടി. അവർക്കപ്പോ 32 രൂപ ചെലവായി. ഹാഡ് ദേ ബോട്ട് ദ പെൻസ് സെപ്പറേറ്റ്ലി, ഹൗ മച്ച് വുഡ് ഈച്ച് ഹാവ് ടു സ്പെൻഡ്? അവർ ഈ ഓരോ പേനയും സെപ്പറേറ്റ് ആയിട്ടായിരുന്നു മേടിച്ചിരുന്നെങ്കിൽ ഓരോരുത്തരും ഒരു പേനയ്ക്ക് എത്ര രൂപ ചെലവാക്കേണ്ടി വന്നേനെ? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് എഴുതാം, അനിത ആൻഡ് ഹിയർ ഫ്രണ്ട്സ് ബോട്ട് പെൻസ്. അവരെന്നോട് ഒരുമിച്ചല്ലേ പേന മേടിച്ചത്? 5 പേനയാണ് മേടിച്ചത്. അപ്പൊ 5 പേന മേടിച്ചപ്പോഴത്തേക്ക് 5 പേരുണ്ടെന്ന് മനസ്സിലായി. ഓക്കെ, അപ്പം 5 പേന ഒരുമിച്ച് മേടിച്ചു. 5 പേന ഒരുമിച്ച് മേടിച്ചപ്പോഴത്തേക്ക് അവർക്ക് ചെലവായ പൈസ എന്ന് പറയുന്നത് 32 രൂപ. 5 പേന ഒരുമിച്ച് മേടിച്ചപ്പോഴത്തേക്ക് ചെലവായ പൈസ 32 രൂപ. ഈ 32 രൂപ ചെലവായ സമയത്ത് അവർക്ക് കിട്ടിയ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്, ഇളവെന്ന് പറയുന്നത് 3 രൂപയാണ് ഡിസ്കൗണ്ട്. 5 പേനയും കൂടെ അവർ ഒരുമിച്ച് മേടിച്ചപ്പോഴത്തേക്ക് അവർക്ക് കിട്ടിയ ഡിസ്കൗണ്ട് ആണ് 3 രൂപ. ഇപ്പൊ അവർ 5 പേനകൾ ഒരുമിച്ചല്ല മേടിച്ചത്. 5 പേന ഒരുമിച്ചല്ല മേടിച്ചെങ്കിൽ അവർക്ക് 3 രൂപ ഡിസ്കൗണ്ട് കിട്ടുമോ? 5 പേന ഒരുമിച്ച് മേടിച്ചോണ്ടല്ലേ 3 രൂപ ഡിസ്കൗണ്ട് കിട്ടിയത്. അപ്പൊ 5 പേന ഒരുമിച്ചല്ല മേടിച്ചതെങ്കിൽ ഈ 3 രൂപ ഡിസ്കൗണ്ട് കിട്ടത്തില്ല. അങ്ങനെയാണെങ്കിൽ അവർക്ക് മൊത്തം എത്ര രൂപ ആയേന? 32 ആ 3 രൂപയും കൂടെ ആയേന. അങ്ങനെ 35 രൂപ ആയേന ഇല്ലേ? ഇനി അവർക്ക് ഓരോരുത്തർക്കും എത്ര രൂപ വെച്ച് അങ്ങനെയാണെങ്കിൽ ആയേന. അപ്പൊ അത് കണ്ടുപിടിക്കാൻ വേണ്ടി money each spent.
മണി ഈച്ച് സ്പെൻഡ്, ഓരോരുത്തരും ചെലവാക്കിയ പൈസ. ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിച്ചപ്പോഴത്തേക്ക് ഓരോരുത്തരും ചെലവാക്കിയ പൈസ കണ്ടുപിടിക്കുക. ഈ 35 ഡിവൈഡഡ് ബൈ 35 ടോട്ടൽ പൈസ ഏതിനോടാ 5 ഡിവൈഡ് ചെയ്താൽ പോരെ. 5 എല്ലാവരും എണ്ണം, മൊത്തം 5 പേനല്ലേ മേടിച്ചത് അല്ലേ. അപ്പൊ 5 പേന മേടിച്ചപ്പോഴത്തേക്കല്ലേ ആദ്യം ഒന്നിച്ച് മേടിച്ചപ്പോഴത്തേക്കല്ലേ 3 ഡിസ്കൗണ്ട് കിട്ടിയത്. ഒന്നിച്ച് മേടിച്ചപ്പോഴത്തേക്കല്ലേ ഡിസ്കൗണ്ട് കിട്ടിയത്. അവർ സെപ്പറേറ്റ് ആയിട്ട് മേടിക്കുമ്പോൾ ഡിസ്കൗണ്ട് കിട്ടത്തില്ലല്ലേ. 32 ആ 3 രൂപ കൂട്ടണം. അങ്ങനെയാണെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് മേടിക്കുമ്പോഴത്തേക്ക് അവർക്ക് 5 പേരെ കൂടെ ആവുന്ന പൈസ എന്ന് പറയുന്നത് 35 രൂപയാണ്. ആ 35 രൂപയിൽ നിന്ന് ഓരോരുത്തരും എത്ര രൂപ ചെലവാക്കിയെന്നാണ് കണ്ടുപിടിക്കുക. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് മണി ഈച്ച് സ്പെൻഡ്, ഓരോരുത്തരും ചെലവാക്കിയ പൈസ ഈക്വൽ ടു ടോട്ടൽ അവർക്ക് ആവുന്ന പൈസ. ഒറ്റക്കൊറ്റയ്ക്ക് വാങ്ങുമ്പോൾ ടോട്ടൽ അവർക്ക് ആവുന്ന പൈസ എന്ന് പറയുന്നത് 35 അതേ ഡിവൈഡഡ് ബൈ അവർ മൊത്തം എത്ര പേരുണ്ടായിരുന്നു, 5 പേരെയാണ്. 5 പേരും കാണും. 5 ഈക്വൽ ടു എത്ര അടി 7. ഇനി അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ പെരിമീറ്റർ ഓഫ് എ റെക്ടാംഗിൾ ഈസ് 25 മീറ്റേഴ്സ്. ഒരു ചതുരത്തിന്റെ ചുറ്റളവ് എന്ന് പറയുന്നത് 25 മീറ്റർ ആണ്. ഒരു ചതുരത്തിന്റെ ചുറ്റളവ് എന്ന് പറയുന്നത് 25 മീറ്റർ ആണ്. ചതുരത്തിന്റെ ചുറ്റളവ് അല്ലെങ്കിൽ പെരിമീറ്ററിന്റെ ഇക്വേഷൻ എന്തുവാ, 2 × L + B. 2 × L + B ആണ് ഒരു തന്നേക്കുന്നത്. എത്ര, 25 മീറ്റർ. അപ്പൊ ദ പെരിമീറ്റർ ഓഫ് എ റെക്ടാംഗിൾ ഈസ് 25 മീറ്റേഴ്സ് ആൻഡ് വൺ ഓഫ് ഇറ്റ് സൈഡ് ഈസ് 5 മീറ്റേഴ്സ്. അതിന്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് 5 മീറ്റർ ആണ്. ഒരു സൈഡ് എന്ന് പറയുന്നത് 5 മീറ്റർ ആണ്. ഹൗ മെനി മീറ്റേഴ്സ് ഈസ് ദ അതർ സൈഡ്? അതിന്റെ അടുത്ത വശം എത്ര മീറ്റർ ഉണ്ടെന്ന് വേണം കണ്ടുപിടിക്കുക. അപ്പൊ നമുക്ക് ഈ ഇക്വേഷൻ ഒന്ന് മാറ്റി എഴുതാം. അതായത് ഒരു റെക്ടാംഗിളിന് നീളവും ഉണ്ട്, വീതിയും ഉണ്ട്, ലെങ്തും ഉണ്ട്, ബ്രെഡ്ത്തും ഉണ്ട് ഇല്ലേ. അപ്പൊ ഇത് ഫസ്റ്റ് വശം, ഇത് സെക്കൻഡ് വശം, അങ്ങനെ എഴുതി കൂടി. ഈ 2 വശം തുല്യമാണ്, ഈ 2 വശം തുല്യമാണ് അല്ലേ. അപ്പൊ ഇതിനെ ഫസ്റ്റ് വശമൊന്നും ഇതിനെ സെക്കൻഡ് വശം എഴുതി കൂടി, അല്ല തിരിച്ചു വേണമെങ്കിൽ എഴുതി കൂടി. അതുകൊണ്ട് നമുക്ക് ഈ ഇക്വേഷൻ ഒന്ന് മാറ്റി എഴുതാം. 2 × ഫസ്റ്റ് സൈഡ് പ്ലസ് സെക്കൻഡ് സൈഡ്. 2 × ഫസ്റ്റ് സൈഡ് പ്ലസ് സെക്കൻഡ് സൈഡ് ഇല്ലേ. ഇതിൽ ഏത് വേണമെങ്കിലും ലെങ്ത് ആവാം, ഏത് വേണമെങ്കിലും ബ്രെഡ്ത്ത് ആവാം. അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയത്. ഇതിപ്പോ അവർ തന്നേക്കുന്ന 5 മീറ്റർ എന്ന് പറയുന്നത് ഇപ്പൊ ലെങ്ത് വേണമെങ്കിലും ആവാം, ബ്രെഡ്ത്ത് വേണമെങ്കിലും ആവാം. അത് നമ്മൾ കണ്ടുപിടിച്ച് വരുമ്പോഴേ മനസ്സിലാവും. ഓക്കെ, വലുതല്ലേ ലെങ്ത്, ചെറുതല്ലേ ബ്രെഡ്ത്ത്. അപ്പൊ നമ്മളിത് കണ്ടുപിടിച്ച് വരുമ്പോൾ അടുത്തൊരു സൈഡ് കൂടെ കണ്ടുപിടിച്ച് വരുമ്പോഴേ നമ്മുടെ കയ്യിൽ ഈ തന്നേക്കുന്ന 5 മീറ്റർ എന്ന് പറയുന്നത് ലെങ്ത് ആണോ ബ്രെഡ്ത്ത് ആണോ മനസ്സിലാവും. അതുകൊണ്ടാണ് നമ്മൾ 2 × ഫസ്റ്റ് സൈഡ് പ്ലസ് സെക്കൻഡ് സൈഡ്, 2 × ആദ്യ വശം അധികം രണ്ടാം വശം എന്ന് എഴുതാം, ഈക്വൽ ടു 25 മീറ്റർ. ഇവിടെ നമുക്ക് ഈ ആദ്യ ഫസ്റ്റ് സൈഡിനെ നമുക്ക് എന്തോ ചെയ്യാം, 5 മീറ്റർ നമുക്ക് കൊടുക്കാം. അപ്പൊ 2 × 5 പ്ലസ് സെക്കൻഡ് സൈഡ്, 2 × 5 പ്ലസ് സെക്കൻഡ് സൈഡ് ഈക്വൽ ടു 25 ആണ് അല്ലെ. 2 × 5 പ്ലസ് സെക്കൻഡ് സൈഡ് ഈക്വൽ ടു 25 ആണ്. ഇങ്ങനെയാണെങ്കിൽ ഇവിടെ 5 പ്ലസ് സെക്കൻഡ് സൈഡ്, 5 പ്ലസ് സെക്കൻഡ് സൈഡ് എന്ന് പറയുന്നത് 25. ഈ ഇവിടെ ഗുണിച്ചേക്കുന്ന 2 എന്ന് പറയുന്നത് ഈക്വൽ ടുവിന്റെ അപ്പുറത്ത് പോകുമ്പോൾ ഡിവൈഡ് ബൈ ആവൂലേ. ഇവിടെ ഈ ഗുണിച്ചേക്കുന്ന 2 ഈക്വൽ ടുവിന്റെ അപ്പുറത്ത് പോകുമ്പോൾ ഡിവൈഡ് ബൈ ആവൂലേ, ഡിവൈഡ് ബൈ 2 അല്ലേ. ഇനിയിപ്പോ സെക്കൻഡ് സൈഡ് ഈക്വൽ ടു എത്ര കിട്ടി, 25 ഡിവൈഡ് ബൈ 2 എത്ര, 12.5. 12.5. ഇവിടെ പ്ലസ് ചെയ്തേക്കുന്ന 5, ഇത് പ്ലസ് അല്ലേ. ഇവിടെ പ്ലസ് ചെയ്തേക്കുന്ന 5 എന്ന് പറയുന്നത് ഇവിടെ ഒരു ചിഹ്നം ഇല്ലെങ്കിൽ ഈ 5 ഒരു പ്ലസ് ഉണ്ടെന്നല്ലേ അർത്ഥം ഇല്ലേ. അപ്പൊ ഇവിടെ +5 ഈക്വൽ ടു അപ്പുറത്ത് വന്നോ -5 ആവും. -5 ഈക്വൽ ടു 7.5 മീറ്റർ, ഈക്വൽ ടു 7.5 മീറ്റർ കിട്ടി. ഇപ്പൊ നമുക്ക് മനസ്സിലായി 7.5 മീറ്റർ അവര് തന്നേക്കുന്ന ഫസ്റ്റ് സൈഡ് എന്ന് പറയുന്നത് 5 മീറ്ററുമാണ്. അപ്പൊ അവര് തന്നേക്കുന്നത് 5 ചെറുതും നമ്മളിപ്പോ കണ്ടുപിടിച്ച് 7.5 എന്ന് പറയുന്നത് വലുതുമാണ്. അതുകൊണ്ട് ഈ സെക്കൻഡ് സൈഡാണ് ഇവിടുത്തെ ലെങ്ത്, ഫസ്റ്റ് സൈഡാണ് ബ്രെഡ്ത്ത്. ഓക്കെ, അപ്പം ബ്രെഡ്ത്ത് ആണ് അവർ തന്നേക്കുന്ന 5 മീറ്റർ, ലെങ്ത് ആണ് നമ്മൾ കണ്ടുപിടിച്ച 7.5 മീറ്റർ. ഓക്കെ അല്ലേ. ഇനി അടുത്ത തേർഡ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻ ഈച്ച് ഓഫ് ദ പ്രോബ്ലംസ് ബിലോ ദ റിസൾട്ട് ഓഫ് ഡൂയിങ് സം ഓപ്പറേഷൻസ് ഓൺ എ നമ്പർ ഈസ് ഗിവൺ, ഫൈൻഡ് ദ നമ്പർ. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 3 added to double is 101. 2 മടങ്ങിനോട് 3 കൂട്ടിയപ്പോൾ 101 കിട്ടി. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 2 മടങ്ങിനോട് 3 കൂട്ടിയപ്പോൾ 101 കിട്ടി. അതായത് അവിടുത്തെ ആ സംഖ്യയെ നമുക്ക് x ആയിട്ട് എടുക്കാം.
സംഖ്യയെ എക്സ് ആയിട്ട് എടുക്കാം. സംഖ്യ വേണം കണ്ടുപിടിക്കാൻ. 2 മടങ്ങിനോട് 3 കൂട്ടിയപ്പോൾ 101 കിട്ടി. അപ്പൊ ഈ എക്സ് എന്ന് പറഞ്ഞ സംഖ്യയുടെ 2 മടങ്ങ് എന്ന് പറയുമ്പോൾ 2x അല്ലേ? 2 മടങ്ങിനോട് 3 കൂട്ടിയപ്പോൾ 101 കിട്ടി ഇല്ലേ? 2 മടങ്ങിനോട് 3 കൂട്ടിയപ്പോൾ 101 കിട്ടി. ഇപ്പൊ ഇവിടെ 2x സമം 101 മൈനസ് 3 അല്ലേ? 101 മൈനസ് 3 എത്ര? 101 മൈനസ് 3 98 അല്ലേ? 98 അല്ലേ? അപ്പൊ 2x സമം 98 കിട്ടിയില്ലേ? അപ്പൊ x സമം 98 ഡിവൈഡ് ബൈ 2 ഈക്വൽ ടു 49 കിട്ടും. ഇതാണ് അവിടുത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. 2 മടങ്ങിനോട് 3 കൂട്ടിയപ്പോൾ 101 കിട്ടി. ഓക്കെ അല്ലേ? ഇനി അവിടുത്തെ അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 3 മടങ്ങിനോട് 2 കൂട്ടിയപ്പോൾ 101 കിട്ടി. അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് 3 മടങ്ങിനോട് 2 കൂട്ടിയപ്പോൾ 101 കിട്ടി. അപ്പൊ ഇവിടത്തെയും നമ്മൾ എടുക്കുന്ന സംഖ്യ എന്ന് പറയുന്നത് എക്സ് ആണ്. 3 മടങ്ങിനോട് എക്സിന്റെ 3 മടങ്ങ് എന്ന് പറയുമ്പോൾ 3x അല്ലെങ്കിൽ 3x. 3 മടങ്ങിനോട് 2 കൂട്ടിയപ്പോൾ 101 കിട്ടി. അപ്പൊ 3x സമം 101. ഇവിടെ +2 ഈക്വലിന്റെ അപ്പുറത്ത് പോകുമ്പോൾ -2 ആവും. അപ്പൊ 3x ഈക്വൽ ടു 101 മൈനസ് 2 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 99 കിട്ടും. അപ്പൊ x സമം 99 ഡിവൈഡഡ് ബൈ 3 എന്ന് പറയുന്നത് എത്ര കിട്ടും? 33 കിട്ടും. സിമ്പിൾ ആണ്, എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്ത തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2 മടങ്ങിൽ നിന്ന് 3 കുറച്ചപ്പോൾ 101 കിട്ടി. 3 subtracted from double is 101. 2 മടങ്ങിൽ നിന്ന് 3 കുറച്ചപ്പോൾ 2 മടങ്ങിൽ നിന്ന് 3 കുറച്ചപ്പോൾ ഇവിടെ നമ്മൾ എടുക്കുന്ന സംഖ്യ എക്സ് തന്നെയാണ്. അപ്പൊ 2 മടങ്ങിൽ നിന്ന് 3 കുറച്ചപ്പോൾ 2 മടങ്ങ് എന്ന് പറയുമ്പോൾ 2x. അപ്പൊ 2 മടങ്ങിൽ നിന്ന് 3 കുറച്ചപ്പോൾ -3 ഈക്വൽ ടു എത്ര കിട്ടി? 2 മടങ്ങിൽ നിന്ന് 3 കുറച്ചപ്പോൾ 101 കിട്ടി അല്ലേ? അപ്പൊ ഇവിടെ കിട്ടും 2x സമം 101. ഇവിടെ -3 ഈക്വലിന്റെ അപ്പുറത്ത് പോകുമ്പോൾ +3 ആവും. അപ്പൊ എത്ര കിട്ടി? 2x സമം 101 + 3 എത്ര? 104 ഇല്ലേ? അപ്പൊ x സമം 104 ഡിവൈഡഡ് ബൈ 2. 104നെ 2 വെച്ചിട്ട് ഇവിടെ ഇൻറ്റു 2 ആണ്. ഈക്വലിന്റെ അപ്പുറത്ത് പോയപ്പോ ഡിവൈഡഡ് ബൈ 2 ആയി. അപ്പൊ x സമം 104 ഡിവൈഡഡ് ബൈ 2 എത്ര കിട്ടി? 52 കിട്ടി ഇല്ലേ? 52 കിട്ടി. ഓക്കെ അല്ലേ? ഭയങ്കര സിമ്പിൾ ആയി ക്വസ്റ്റ്യൻ ആണ്. 52 കിട്ടിയില്ലേ? ഇനി അടുത്ത 4ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്തുവാ? 4ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2 subtracted from triple is 101. അതായത് 3 മടങ്ങിൽ നിന്നും 2 കുറച്ചപ്പോൾ 101 കിട്ടി. 4ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 3 മടങ്ങിൽ നിന്നും ഇവിടെ നമ്മൾ എടുക്കുന്ന സംഖ്യ എക്സ് തന്നെയാണ്. 3 മടങ്ങിൽ നിന്നും 3x, 4 മടങ്ങ് എന്ന് പറയുമ്പോൾ 4x, 5 മടങ്ങ് എന്ന് പറയുമ്പോൾ 5x. അപ്പൊ 3 മടങ്ങിൽ നിന്നും എത്രയാ കുറച്ച്? 2 കുറച്ചപ്പോൾ 101 കിട്ടി. 3 മടങ്ങിൽ നിന്നും 2 കുറച്ചപ്പോൾ 101 കിട്ടി. അപ്പൊ നമുക്ക് എന്ത് പറയാം? 3x സമം ഇവിടെ -2 ഈക്വലിന്റെ അപ്പുറത്ത് പോകുമ്പോൾ +2 ആവും. 101 + 2 എത്ര കിട്ടും? 103 കിട്ടും. 101 + 2. അപ്പൊ 3x സമം 103. x സമം ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്ന 3 ഈക്വലിന്റെ അപ്പുറത്ത് പോകുമ്പോൾ ഡിവൈഡഡ് ബൈ 3 ആവും. 103 ഡിവൈഡഡ് ബൈ 3 കിട്ടി അല്ലേ? അപ്പൊ എത്ര കിട്ടി? 34.33 അങ്ങനെ പൊക്കോണ്ടിരിക്കും. 34.333 അങ്ങനെ പൊക്കോണ്ടിരിക്കും. ഓക്കെ അല്ലേ? ക്വസ്റ്റ്യൻ അല്ല. ഇനി അടുത്ത ഇവിടുത്തെ 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 4ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് half a number added to the number gives 111. What is the number? മലയാളത്തിലെ ക്വസ്റ്റ്യൻ. ഒരു സംഖ്യയോട് അതിന്റെ പകുതി കൂട്ടിയപ്പോൾ 111 കിട്ടി. സംഖ്യ എത്രയാണ്? ഒരു സംഖ്യയോട് അതിന്റെ പകുതി കൂട്ടിയപ്പോൾ. അപ്പൊ നമുക്ക് ആ സംഖ്യ ഏതെന്ന് അറിഞ്ഞൂടാത്തോണ്ട് സംഖ്യയെ നമ്മൾ എക്സ് ആയിട്ട് എടുത്തു ഇല്ലേ? ആ സംഖ്യയെ എക്സ് ആയിട്ട് എടുത്തിട്ട് എല്ലാ ക്വസ്റ്റ്യനിലും എക്സ് എന്തോന്ന് കാണിക്കണം. ഇവിടുത്തെ നമ്പറാണ് എക്സ്. ഈ നമ്പറിനെ നമ്മൾ എക്സ് ആയിട്ട് എടുത്തു. ഒരു സംഖ്യയോട് അതിന്റെ പകുതി കൂട്ടിയപ്പോൾ അപ്പം എക്സ് ഒരു സംഖ്യയോട് അതിന്റെ പകുതി കൂട്ടിയപ്പോൾ എക്സിന്റെ പകുതി എന്ന് പറയുമ്പോൾ എങ്ങനെയാ? x/2 അല്ലേ? ഒരു സംഖ്യയുടെ പകുതി എടുക്കാൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ അല്ലേ? ഒരു സംഖ്യയുടെ പകുതി എടുക്കാൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അങ്ങനെയാണ് നമ്മൾ എടുത്ത സംഖ്യ എന്ന് പറയുന്നത് എക്സ് ആണ്.
ഒരു സംഖ്യയോട് അതിന്റെ പകുതി കൂട്ടിയപ്പോൾ എത്ര കിട്ടി? 111 കിട്ടി. 111 കിട്ടി. അങ്ങനെയാണെങ്കിൽ സംഖ്യ എത്രയാണെന്ന് കണ്ടുപിടിക്കുക. ഇത് കണ്ടുപിടിക്കാൻ ഇതിനെ നമ്മൾ ക്രോസ് ചെയ്ത് ആഡ് ചെയ്യണം. ഫ്രാക്ഷനെ കൂടെ അറിയത്തില്ലേ, ഇത് ക്രോസ് ചെയ്ത് ആഡ് ചെയ്യണം. വെറും ഒരു എക്സ് എന്ന് നടന്ന ഇത് x/1 അല്ലേ? വെറും ഒരു എക്സ് എന്ന് പറഞ്ഞാൽ x/1 അല്ലേ? ഇനി ഇതിന് എന്ത് ചെയ്യണം? 2 ഇങ്ങോട്ട് ഗുണിക്കണം, 1 ഇങ്ങോട്ട് ഗുണിക്കണം, ഇത് രണ്ടും കൂടെ ഗുണിക്കണം. അങ്ങനെയാണ് കൂട്ടുന്നത്. അപ്പൊ x/1 പ്ലസ് x/2 എന്ന് പറയുന്നത് 2 അങ്ങോട്ട് ഗുണിക്കുക. അപ്പൊ 2 ഇൻറ്റു എക്സ് ബ്രാക്കറ്റ് ഇടുക. ബ്രാക്കറ്റ് ഇട്ട് ശീലിക്കണം. ഇപ്പൊ കുഴപ്പമില്ല, ഇവിടെ പ്ലസ് പോകുന്ന കുഴപ്പമില്ല, ഇവിടെ മൈനസ് ഒക്കെ വരാണെങ്കിൽ അത് ചിലപ്പോൾ പ്രശ്നമാവാം. അവിടെ ബ്രാക്കറ്റ് ഇട്ട് ശീലിക്കണം. 2 ഇൻറ്റു എക്സ് പ്ലസ് ഇവിടെ 1 ഇൻറ്റു എക്സ് അല്ലേ, 1 ഇൻറ്റു എക്സ് ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ ഏതാക്കിയാ 1 ഉം 2 ഉം. 1 ഇൻറ്റു 2 സമം 111 കിട്ടിയില്ലേ? 2 ഇൻറ്റു എക്സ് എത്ര? 2x. 2x പ്ലസ് 1 ഇൻറ്റു എക്സ് എക്സ് സമം അല്ല ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു 2 2 സമം 111. ഇനി ഇവിടെ 2x പ്ലസ് എക്സ് എന്ന് പറയുമ്പോൾ എത്ര? 3x ഡിവൈഡഡ് ബൈ 2 സമം 111 ഇല്ലേ? 3x ഡിവൈഡഡ് ബൈ 2 സമം 111. ഇവിടെ 3x ഡിവൈഡഡ് ബൈ 2 ആണ്. 3x ഡിവൈഡഡ് ബൈ 2 ആണ്. 3x ഡിവൈഡഡ് ബൈ 2 ആണ്. 3x ഡിവൈഡഡ് ബൈ 2 ആയതുകൊണ്ട് ഈക്വൽ ടുവിന്റെ അപ്പുറത്ത് പോകുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആവും. ഇവിടെ ഡിവിഷൻ ആയതുകൊണ്ട് ഈക്വലിന്റെ അപ്പുറത്ത് പോകുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആവും. അപ്പൊ 3x സമം 111 ഇൻറ്റു 2 ഇല്ലേ? 3x സമം 111 ഇൻറ്റു 2 എത്ര കിട്ടും? 222 എന്ന് കിട്ടും. ഇവിടെ ഒന്ന് നമുക്ക് എക്സ് സമം ഇവിടെ 3 ഇൻറ്റു എക്സ് അല്ലേ? 3 ഇൻറ്റു എക്സ് അല്ലേ? ഈക്വലിന്റെ അപ്പുറത്ത് പോകുമ്പോൾ ഡിവിഷൻ ആവും. 222 ഡിവൈഡഡ് ബൈ 3 കിട്ടും. എത്ര കിട്ടി ആൻസർ? അപ്പൊ നമുക്ക് എക്സിന്റെ വാല്യൂ കിട്ടി 74 എന്ന് കിട്ടി. എക്സിന്റെ വാല്യൂ 74 കിട്ടി. ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്ത 5ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. 5ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ പീസ് ഓഫ് ഫോക്ക്മാൻ എ ചൈൽഡ് ആസ്ക്ഡ് എ ഫ്ലോക്ക് ഓഫ് ബേർഡ്സ് ഹൗ മെനി ആർ യു? ഒരു കൊച്ച് ഒരു കിളിയോടെ ചോദിച്ചു നിങ്ങൾ മൊത്തം എത്ര പേരെന്ന് ചോദിച്ചു. അപ്പൊ കിളി പറഞ്ഞെന്ന് പറഞ്ഞാൽ വി ആൻഡ് അസ് അഗെയിൻ വിത്ത് ഹാഫ് ഓഫ് us ആൻഡ് ഹാഫ് ഓഫ് ദാറ്റ് വിത്ത് 1 more would make 100. How many birds were there? മലയാളത്തിലെ ക്വസ്റ്റ്യൻ. കിളി പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഞങ്ങളും ഞങ്ങളോളവും ഞങ്ങളിൽ പകുതിയും അതിൽ പകുതിയും ഒന്ന് ചേർന്നാൽ 100 ആകും. എത്ര പക്ഷികൾ ഉണ്ടായിരുന്നു? ഓക്കെ. അപ്പൊ ഇവര് പറഞ്ഞിരുന്നത് ഞങ്ങളും ഞങ്ങളോളവും ഞങ്ങളിൽ പകുതിയും അതിൽ പകുതിയും ഒന്ന് ചേർന്നാൽ 100 ആകും. എത്ര പക്ഷികൾ ഉണ്ടായിരുന്നു? ഓക്കെ. അപ്പൊ ഇതില് ഞങ്ങൾ അല്ലെങ്കിൽ വി എന്ന് പറഞ്ഞ എണ്ണത്തിനെ നമുക്ക് എക്സാക്ട് എടുക്കാം. വി ഞങ്ങൾ. അപ്പൊ ഞങ്ങൾ എന്നുള്ളതിനെ നമുക്ക് എക്സാക്ട് എടുക്കാം. ഇവര് പറഞ്ഞ വി ആൻഡ് അസൈ എന്നല്ലേ? അപ്പൊ ഞങ്ങളും ഞങ്ങളോളവും അപ്പൊ നമ്മൾ വി ഞങ്ങൾക്ക് ആണ് നമ്മൾ എക്സാക്ട് എടുത്തത്. ഞങ്ങൾ എന്നുള്ളതിനെ നമ്മൾ എക്സാക്ട് എടുത്ത് അവര് മൊത്തം എത്ര ബേഡുണ്ടെന്നല്ലേ കണ്ടുപിടിക്കാനുള്ളത്. ആ മൊത്തത്തിലുള്ള ബേഡല്ലേ വി ഞങ്ങൾ എന്ന് പറയുന്നത്. ആ മൊത്തത്തിലുള്ള ബേഡിനെ നമ്മൾ എക്സാക്ട് എടുത്ത. അപ്പൊ ഞങ്ങളും ഞങ്ങളോളവും അപ്പൊ 2 എന്ന് പറഞ്ഞാൽ എത്ര? 2 + 2 അല്ലേ? 3 എന്ന് പറഞ്ഞാൽ എത്ര? 3 + 3 അല്ലേ? 4 എന്ന് വെച്ചാൽ 4 + 4 അല്ലേ? അല്ലേ? അതാണ് ഞങ്ങളും ഞങ്ങളോളം എന്ന് പറഞ്ഞാൽ അത് തന്നെ. എക്സ് പ്ലസ് എക്സ്. അപ്പൊ ഞങ്ങളും ഞങ്ങളോളവും. ഇനി പറയുന്നത് എന്തുവാ? ഞങ്ങളിൽ പകുതിയും. ഞങ്ങളും ഞങ്ങളോളവും ഞങ്ങളിൽ പകുതിയും. ഞങ്ങളുടെ പകുതി എത്ര? എക്സിന്റെ പകുതി എത്ര? x/2 അല്ലേ? ഒരു സംഖ്യയുടെ പാതി എടുക്കാൻ 2 ഡിവൈഡ് ചെയ്താൽ പോരെ? അപ്പൊ ഞങ്ങളും ഞങ്ങളോളവും ഞങ്ങളിൽ പകുതിയും എത്രയായില്ലേ? ഞങ്ങളിൽ പകുതിയും. പിന്നെന്താ പറഞ്ഞ? അതിൽ പകുതി എന്ന് പറഞ്ഞാൽ ഇതാണ് ആ അതെന്ന് ഉദ്ദേശിക്കുന്നത്. x/2 ആണ് അവിടെ അതെന്ന് പറഞ്ഞിരുന്നത്. ഞങ്ങളും ഞങ്ങളോളവും അതിൽ പകുതിയും അല്ല സോറി ഞങ്ങളും ഞങ്ങളോളവും ഞങ്ങളിൽ പകുതിയാണ് x/2. അതിൽ പകുതി എന്ന് പറഞ്ഞാൽ ഈ x/2ന്റെ പകുതി. അതിൽ പകുതി എന്ന് പറഞ്ഞാൽ x/2ന്റെ പകുതി. x/2ന്റെ പകുതി എത്ര? x/2 × 2 അല്ലേ? ഡിനോമിനേറ്റർ ഒരു 2 കൂടെ വന്നാൽ പോരെ? തന്നെ ഡിനോമിനേറ്റർ 2 വരുമ്പോഴല്ലേ പാതി എടുക്കാൻ പറ്റൂ. അപ്പൊ ഞങ്ങളും ഞങ്ങളോളവും ഞങ്ങളിൽ പകുതിയും അതിൽ പകുതിയും. ഇതാണ് അതെന്ന് ഉദ്ദേശിക്കുന്നത്. അതിൽ പകുതിയും പിന്നെന്താ പറഞ്ഞ ഒന്നും ചേർന്നാൽ
ഒന്നും ചേർന്നാൽ എത്ര കിട്ടും? 100 കിട്ടും. ഇതാണ് അവര് പറഞ്ഞത്. ഞങ്ങളും ഞങ്ങളോളവും ഞങ്ങളിൽ പകുതിയും അതിൽ പകുതിയും +1 ഒന്ന് ചേർന്നാൽ 100 കിട്ടും. വി ആൻഡ് us again with half of us and half of that. That എന്ന് ഉദ്ദേശിക്കുന്നത് ഇതാണ്. half of that with one more would make 100. ഒന്നും കൂടെ ചേരുമ്പോൾ 100 കിട്ടും. ഇനി ഈ ഇക്വേഷൻ സോൾവ് ചെയ്തെടുത്ത് എക്സിന്റെ വാല്യൂ പിടിക്കുമ്പോഴത്തേക്ക് അവർ മൊത്തം എത്ര പക്ഷികൾ ഉണ്ടായതെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ എക്സ് പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ എത്ര? 2x അല്ലേ? എക്സ് പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ 2x ആണ്. 2x പ്ലസ് x/2 പ്ലസ് x/2 × 2 എന്ന് പറഞ്ഞാൽ എത്ര? 4 അല്ലേ? 4 പ്ലസ് 1 = 100 അല്ലേ? അപ്പൊ 2x അതേപോലെ എഴുതാം. 2x പ്ലസ് ഇത് രണ്ട് ഫ്രാക്ഷൻ അല്ലേ? നേരത്തെ നമ്മൾ എങ്ങനെ കൂട്ടിയ? 4 കൊണ്ട് എക്സിനെ ഗുണിക്കും. 4 × x ബ്രാക്കറ്റ് എഴുതുക പ്ലസ് 2 കൊണ്ട് എക്സിനെ ഗുണിക്കും. 2 × x ഡിവൈഡഡ് ബൈ 2 കൊണ്ട് 4നെ ഗുണിക്കും. ഡിനോമിനേറ്റർ 2 ഗുണിക്കും. 2 × 4 പ്ലസ് 1 അപ്പുറത്ത് കൊണ്ടുപോകാം ഈക്വൽ ടു 100 പ്ലസ് 1 ഈക്വൽ ടു അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? -1 ആവും. ഇത്ര ഓക്കെ അല്ലേ? ഇനി എന്ത് നോക്കി? 2x പ്ലസ് 4 × x 4x 4x പ്ലസ് 2 × x 2x ഡിവൈഡഡ് ബൈ 2 × 4 8 ഇല്ലേ? ഈക്വൽ ടു 99. ഇനി നമുക്ക് കിട്ടി 2x പ്ലസ് 4x പ്ലസ് 2x എത്ര? 6x 6x ഡിവൈഡഡ് ബൈ 8 ഈക്വൽ ടു 99. ഡിവൈഡഡ് ബൈ 8 ഈക്വൽ ടു 99. ഇതിനെ 2നെ 2 വെച്ച് വെട്ടിക്കൂടെ? 2 വെച്ച് 6ന് വെട്ടുമ്പോൾ എത്ര കിട്ടും? 3. 2 വെച്ച് 8ന് വെട്ടുമ്പോൾ എത്ര കിട്ടും? 4 ഇല്ലേ? 2 വെച്ച് മുകളിൽ താഴെ വെട്ടിക്കൂടെ? മുകളിൽ ഏത് വെച്ച് സംഖ്യ വെച്ച് വെട്ടുന്നോ അതേ സംഖ്യ വെച്ച് താഴെ വെട്ടിക്കൂടെ? ചെറുതായി ചെയ്യാല്ലേ? അപ്പം 6നെ 2 വെച്ച് വെട്ടിയപ്പോഴത്തേക്ക് 3 കിട്ടി ഇല്ലേ? 3 2 6 അല്ലേ? അപ്പൊ 8നെ 2 വെച്ച് വെട്ടിയപ്പോഴത്തേക്ക് 4 കിട്ടി. 4 2 8. അപ്പൊ 3x/4 എന്ന് കിട്ടി. ഇനി ബാക്കി ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി? 2x പ്ലസ് 3x/4 ഈക്വൽ ടു 99 എന്ന് കിട്ടി. ഇനി ഇതിനെ നമുക്ക് കൂട്ടണ്ടേ? 2x എന്ന് പറഞ്ഞാൽ 2x/1 അല്ലേ? ഇതും ഫ്രാക്ഷൻ രൂപത്തിൽ കൂട്ടണ്ടേ? 4 × 2x എത്ര കിട്ടും? 4 × 2 നമുക്ക് എഴുതാം. 4 × 2x പ്ലസ് 1 × 3x ഇങ്ങോട്ട് ക്രോസ് ചെയ്തു ഡിവൈഡഡ് ബൈ 1 × 4 ഈക്വൽ ടു 99. ഇത്ര കിട്ടിയില്ലേ? 4 × 2x എന്ന് പറഞ്ഞാൽ എത്ര? 4 × 2 8. 8x പ്ലസ് 1 × 3x ഡിവൈഡഡ് ബൈ 4 ഈക്വൽ ടു 99 എന്ന് കിട്ടി. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഇതിൽ നിന്ന് 8x പ്ലസ് 3x എത്ര? ഇതിൽ നിന്ന് 8x പ്ലസ് 3x എത്ര? 11x ഡിവൈഡഡ് ബൈ 4 ഈക്വൽ ടു 99 ഇല്ലേ? ഇനി നമുക്കിവിടെ ഈ 4 ഡിവൈഡ് ചെയ്തേക്കില്ലേ? ഡിവൈഡ് ചെയ്ത 4 ഈക്വൽ ടു അപ്പുറത്തോ എന്തോ മൾട്ടിപ്ലിക്കേഷൻ ആവത്തില്ലേ? അതായത് 11x സമം 99 × 4 ഇത്രയായില്ലേ? ഇനി 11x എന്ന് പറയുമ്പോൾ 11 കൊണ്ട് എക്സിനെ ഗുണിച്ചേക്കല്ലേ? ഈ ഗുണിച്ചേക്കുന്ന എക്സ് ഈക്വൽ ടു അപ്പുറത്തോ എന്തോ ഡിവിഷൻ ആവും. അപ്പൊ എക്സ് സമം 99 × 4 ഡിവൈഡഡ് ബൈ 11. 99 × 4 ഡിവൈഡഡ് ബൈ 11 ഇങ്ങനെ ആവത്തില്ലേ? ഇനി നമുക്ക് ഈ 11നെ 99നെ വെട്ടിക്കൂടെ? 11 × 9 99 അല്ലേ? 11 99 കൂടെ വെട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 11 99 കൂടെ വെട്ടുമ്പോൾ 9 കിട്ടും. 9 × 4 എത്ര? 36 കിട്ടി. ഇത്രേ ഉള്ളൂ. സിമ്പിൾ ആണ് സംഭവം. ഓക്കെ. ഈ ഗുണിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാ നോർമൽ രീതി ഗുണിച്ചു പോവാം. 99 × 4 ഗുണിക്കണം. പിന്നെ അതിനുശേഷം ആ സംഖ്യനെ 11 വെച്ച് ഡിവൈഡ് ചെയ്താലും മതി. ഓക്കെ. ഇനി അടുത്തൊരു സെക്ഷനാണ് ആൾജിബ്രായിക് മെത്തേഡ്. ആൾജിബ്രായിക് മെത്തേഡില് പേജ് നമ്പർ 41 ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ ആൾജിബ്രായിക് മെത്തേഡ് നമ്മൾ എക്സ് ഉപയോഗിച്ച് ചെയ്യുന്ന ഇക്വേഷൻസ് ഇല്ലേ? അതിനെ ആൾജിബ്രായിക് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ പെരിമീറ്റർ ഓഫ് എ റെക്ടാംഗിൾ ഈസ് 80 മീറ്റേഴ്സ്. ഒരു റെക്ടാംഗിളിന്റെ ഒരു ചതുരത്തിന്റെ
ഒരു ചതുരത്തിന്റെ ചുറ്റളവെന്ന് പറയുന്നത് പെരിമീറ്റർ ചുറ്റളവെന്ന് പറയുന്നത് 80 മീറ്റർ ആണ്. ഒരു ചതുരത്തിന്റെ ചുറ്റളവ് അല്ലെങ്കിൽ പെരിമീറ്റർ എന്ന് പറയുന്നത് 80 മീറ്റർ ആണ്. ആൻഡ് ഇറ്റ്സ് ലെങ്ത് ഈസ് 1 മീറ്റർ മോർ ദാൻ ദ ട്വൈസ് ദ ബ്രെഡ്ത്ത്. അതായത് അവിടുത്തെ ബ്രെഡ്ത്തിലെ വീതി, ഇത് ബ്രെഡ്ത്ത് വീതി, ഇത് നീളം ലെങ്ത്. അവിടുത്തെ ബ്രെഡ്ത്തിലെ ബ്രെഡ്ത്ത് ഉണ്ട്, ലെങ്ത് ഉണ്ട്. ഇവിടുത്തെ ലെങ്ത് എന്ന് പറയുന്നത് വീതിയുടെ 2 ഇരട്ടിയെക്കാളും 1 കൂടുതലാണ്. വീതിയുടെ 2 ഇരട്ടി എടുത്തതിനു ശേഷം അതിൻ്റെ കൂടെ 1 കൂട്ടിയാലേ നമുക്ക് ലെങ്ത് കിട്ടൂ, ഇല്ലേ? മലയാളം ക്വസ്റ്റ്യൻ പറയുമ്പോൾ 80 മീറ്റർ ചുറ്റളവുള്ള ഒരു ചതുരത്തിന്റെ നീളം വീതിയുടെ 2 മടങ്ങിനേക്കാൾ 1 മീറ്റർ കൂടുതലാണ്. അതിന്റെ വീതിയും നീളവും എത്രയാണ്? നീളവും വീതി എത്രയാണെന്ന് കണ്ടുപിടിക്കുക. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ് 80 മീറ്റർ ആണ് അവർ പറഞ്ഞിട്ടുണ്ട്. പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ് 80 മീറ്റർ ആണ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നീളം എന്ന് പറയുന്നത് വീതിയുടെ 2 ഇരട്ടിയേക്കാൾ 1 കൂടുതലാണ്. വീതിയുടെ 2 ഇരട്ടിയേക്കാൾ 1 കൂടുതലാണ്. അതായത് 2 ഇരട്ടി എടുത്തതിന് ശേഷം 1 കൂട്ടിയാൽ മതി, അപ്പൊ നീളം കിട്ടും, ഇല്ലേ? നമുക്കിപ്പോ എന്ത് മനസ്സിലായി? വീതിക്ക് നമ്മൾ എക്സ് എന്ന് കൊടുത്താൽ നീളത്തിന് 2 ഇരട്ടിയേക്കാൾ 1 കൂടുതൽ. അപ്പൊ എക്സ്, വീതിയുടെ 2 ഇരട്ടി എന്ന് പറയുമ്പോൾ 2x + 1. അപ്പൊ വീതിക്കല്ലേ നമ്മൾ എക്സ് എന്ന് കൊടുക്കേണ്ട, അല്ലേ? നീളത്തിന് എക്സ് എന്ന് കൊടുത്താൽ അത് കുറച്ചുകൂടെ കൺഫ്യൂഷൻ ആവും. അങ്ങനെ കൊടുത്ത് ചെയ്യാം, പക്ഷെ അത് കുറച്ച് കൺഫ്യൂഷൻ ആവും. അതുകൊണ്ട് ഇവിടെ ഡയറക്റ്റ് പറഞ്ഞത് എന്തുവാ? നീളത്തിന്റെ കാര്യം പറഞ്ഞിട്ടില്ലേ? നീളം എന്ന് പറയുന്നത് വീതിയേക്കാൾ 2 ഇരട്ടി, വീതിയുടെ 2 ഇരട്ടിയേക്കാൾ 1 കൂടുതലാണെന്നല്ലേ പറഞ്ഞിരുന്നത്. വീതിയുടെ 2 ഇരട്ടിയേക്കാൾ 1 കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ ബ്രെഡ്ത്ത്, വീതിയെ നമ്മൾ എക്സ് മീറ്ററാണ് എടുത്തത്. വീതി അല്ലെങ്കിൽ ബ്രെഡ്ത്തിനെ എക്സ് മീറ്ററാണ് എടുത്തത്. അങ്ങനെയാണെങ്കിൽ ലെങ്ത് അല്ലെങ്കിൽ നീളം എന്ന് പറയുന്നത് എങ്ങനെയാ? 2 ഇരട്ടിയേക്കാൾ 1 കൂടുതലാണ്. എക്സിന്റെ 2 ഇരട്ടി എന്ന് പറയുമ്പോൾ 2x, എക്സ് അല്ലേ അവിടെ ബ്രെഡ്ത്ത്, 2x + 1. ഇത്രയുള്ളവർ പറഞ്ഞിരുന്നത്. ഇത്രയും കിട്ടിയ ബാക്കി കാര്യങ്ങളെല്ലാം സിമ്പിൾ ആണ്. ഇതൊന്നുകൂടെ പറയാം. ഇവര് ഫസ്റ്റ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഒരു ചതുരം, ഒരു റെക്ടാങ്കിളിന്റെ ഏരിയ അല്ല, പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ് തന്നിട്ടുണ്ട്. പിന്നെ അവര് പറഞ്ഞ ആ റെക്ടാങ്കിളിന്റെ നീളം എന്ന് പറയുന്നത് വീതിയുടെ 2 ഇരട്ടിയേക്കാൾ 1 കൂടുതലാണ്. വീതിയുടെ 2 ഇരട്ടിയേക്കാൾ 1 കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ വീതിയെ നമ്മൾ എക്സ് ആയിട്ട് എടുത്തു. വീതിയെ എക്സ് ആയിട്ട് എടുത്തപ്പോഴത്തേക്ക് നീളം എന്ന് പറയുന്നത് വീതിയുടെ 2 ഇരട്ടിയേക്കാൾ 1 കൂടുതൽ. വീതിയുടെ 2 ഇരട്ടി എന്ന് പറയുമ്പോൾ വീതി എന്ന് പറഞ്ഞാൽ എക്സ് അല്ലേ? അപ്പൊ വീതിയുടെ 2 ഇരട്ടി എന്ന് പറയുമ്പോൾ 2x അല്ലേ? അപ്പൊ 2x + 1 കൂടുതൽ എന്ന് പറയുമ്പോൾ +1 അല്ലേ? അപ്പൊ വീതിയുടെ 2 ഇരട്ടിയേക്കാൾ 1 കൂടുതലാണ്. ഇനി ബാക്കി കാര്യങ്ങളെല്ലാം സിമ്പിൾ ആയി. പെരിമീറ്ററിന്റെ ഇക്വേഷൻ എന്താ? പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ് എന്ന് പറയുമ്പോൾ P = 2 × L + B, 2 × L + B. അപ്പൊ = 2 × നീളം എത്ര നമുക്കറിയാം? 2x + 1. അപ്പൊ 2x + 1 വേണമെങ്കിൽ ബ്രാക്കറ്റ് ഇട്ടോ. ഇനി അടുത്ത ബ്രാക്കറ്റ് നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റ് ഇടാം കേട്ടോ. ബ്രാക്കറ്റിന് ഒരു ഓർഡർ ഉണ്ട്. ആദ്യമേ ഇങ്ങനത്തെ ബ്രാക്കറ്റ്, പിന്നെ സ്ക്വയർ ബ്രാക്കറ്റ്, പിന്നെ ഇങ്ങനെ ബ്രാക്കറ്റ്. രണ്ടെണ്ണത്തിൽ ഓർഡർ ഇടുന്നത്. അപ്പൊ 2x + 1 അതിന് നമ്മൾ ബ്രാക്കറ്റ് ഇട്ട് പ്ലസ് ബ്രെഡ്ത്ത് എത്ര? എക്സ്. ഓക്കെ അല്ലേ? = 2 × 2x + 1 + x = 2 × 2x + x. ഇതേ സാധനം തന്നെ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇവിടെ പ്ലസ് ആയതുകൊണ്ട് വലിയ മാറ്റമൊന്നും നടത്തില്ല. അപ്പൊ 2x + 1 + x. 2x + x എന്ന് പറഞ്ഞാൽ എത്ര? 3x + 1. 3x + 1 കിട്ടി. സോറി, അവിടെ 1 കിട്ടില്ല. 3x + 1 കിട്ടി. = ഇനി ഈ 2 കൊണ്ട് അകത്ത് മൾട്ടിപ്ലൈ ചെയ്തൂടെ? അല്ലെങ്കിൽ ഇപ്പോഴേ ചെയ്യണ്ട, നമുക്ക് അങ്ങനെ ഇടാം. 2 × 3x + 1 കിട്ടി. ഇനി ഒരു പെരിമീറ്റർ തന്നിട്ടില്ലേ? ചുറ്റളവ് തന്നിട്ടില്ലേ? എത്ര? 80 മീറ്റർ തന്നിട്ടുണ്ട്. അപ്പൊ പെരിമീറ്റർ = നമുക്ക് ഇപ്പൊ കിട്ടിയ ഇക്വേഷൻ എന്തുവാ? 2 × 3x + 1. 2 × 3x + 1 = 2 × 3x + 1 = 80 മീറ്റർ അല്ലേ? ഇനി 2 × 3x + 1, 2 × 3x + 1. ഇവിടെ ഗുണിച്ചേക്കുന്ന 2 = അപ്പുറത്തും എന്തുമാവും?
ഡിവിഷൻ ആവും. ഗുണിച്ചേക്കുന്ന 2 ഈക്വൽ ടു അപ്പുറത്ത് പോകുമ്പോൾ ഡിവിഷൻ ആവും. അപ്പൊ 3x പ്ലസ് 1 ഈക്വൽ ടു 80 ഡിവൈഡഡ് ബൈ 2. 3x പ്ലസ് 1 ഈക്വൽ ടു 80 ഡിവൈഡഡ് ബൈ 2. 80 ഡിവൈഡ് ബൈ 2 എത്ര കിട്ടി? 40 കിട്ടും. 40 കിട്ടത്തില്ലേ? ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി? 3x പ്ലസ് 1 എന്ന് പറയുന്നത് 40 എന്ന് കിട്ടി. 3x പ്ലസ് 1 എന്ന് പറയുന്നത് 40 എന്ന് കിട്ടി. സമം 40. ഇവിടെ പ്ലസ് 1 ഈക്വൽ ടു അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? -1 ആവും. പ്ലസ് 1 ഈക്വൽ ടു അപ്പുറത്ത് പോകുമ്പോൾ -1 ആവും. 40 - 1 എത്ര കിട്ടി? 39 കിട്ടി. 40 - 1 എത്ര കിട്ടി? 39 കിട്ടി. 39 കിട്ടിയാ? ഇവിടെ 3x സമം 39 കിട്ടിയില്ലേ? 3x സമം 39 കിട്ടി. ഇവിടെ നിന്ന് x സമം x ഈക്വൽ ടു 39 ഡിവൈഡഡ് ബൈ l. 3 ഇൻറ്റു x അല്ലേ? 3 ഗുണം x അല്ലേ? ഇവിടെ ഗുണിച്ചേക്കുന്ന 3 ഈക്വൽ ടു അപ്പുറത്തോളം എന്തോ ആവും? ഡിവിഷൻ ആവും. ഡിവൈഡഡ് ബൈ 3 ഈക്വൽ ടു എത്ര കിട്ടി? 13 എന്ന് കിട്ടും. അപ്പൊ എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 13 ആണ്. എക്സ് എന്ന് പറയുന്നത് 13 ആണ്. എക്സ് എന്ന് പറഞ്ഞാൽ എന്തുവായിരുന്നു? ഇവിടുത്തെ ബ്രെഡ്ത്ത് അല്ലേ? വീതി അല്ലേ? അപ്പൊ വീതി എത്ര കിട്ടി? 13 മീറ്റർ എന്ന് കിട്ടി. ഇനി നീളം എങ്ങനെ കിട്ടിക്കുന്ന? നീളം എന്ന് പറയുന്നത് ഈക്വൽ ടു 2 ഗുണം എക്സിന്റെ സ്ഥാനത്ത് എത്ര കൊടുക്കണം? 13 എടുക്കണം. 13 ബ്രാക്കറ്റ് ഇട്ടോ പ്ലസ് 1. 2 ഗുണം 13 പ്ലസ് 1. 2 ഗുണം 13 എത്ര? 2 ഗുണം 13. ഈ നീളം നമുക്കൊന്ന് മാറ്റിങ്ങോട്ട് എഴുതാം. നമ്മുടെ എക്സ് എന്ന് പറയുന്ന 13 കിട്ടി. എക്സ് എന്ന് പറയുന്നതാണ് ബ്രെഡ്ത്ത്. എക്സ് എന്ന് പറയുന്നതായിരുന്നു ബ്രെഡ്ത്ത്. ബ്രെഡ്ത്ത് ബി ഈസ് ഈക്വൽ ടു എക്സ് ആയിരുന്നു. ആ ബി എന്ന ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് എത്ര കിട്ടി? 13 മീറ്റർ എന്ന് കിട്ടി. അവിടുത്തെ ലെങ്ത് എന്ന് പറയുന്നത് എത്രയായിരുന്നു? 2x പ്ലസ് 1 അല്ലേ എഴുതാം. അതുകൊണ്ട് 2 ഇൻറ്റു 13 പ്ലസ് 1 ഇല്ലേ? 2 ഇൻറ്റു 13 പ്ലസ് 1. 2 ഇൻറ്റു 13 എത്ര? 26 പ്ലസ് 1 എത്ര? 27 മീറ്റർ കിട്ടി. അപ്പൊ നീളവും കിട്ടി, വീതിയും കിട്ടി. ഓക്കെ അല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യനാ. വലുതായിട്ട് ആലോചിക്കാൻ ആദ്യത്തെ കൊടുക്കുന്ന ഒരു സംഭവമേ ഉള്ളൂ. ആ നീളവും വീതിയിലെ ഇക്വേഷൻ ഓടിക്കുന്ന ഒരു പാടേ ഉള്ളൂ. ബാക്കി എല്ലാം സിമ്പിൾ ആണ്. ഓക്കെ അല്ലേ? അപ്പൊ നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് from a point on a line, another line is to be drawn such that the angle on one side is 50 degree more than the angle on the other side. How much is the smaller angle? അതാണ് ക്വസ്റ്റ്യൻ. ഒരു വരയിലെ ഒരു ബിന്ദുവിൽ നിന്ന് മറ്റൊരു വര വരയ്ക്കണം. ഇരുവശത്തും ഉണ്ടാകുന്ന കോണുകളിൽ ഒന്ന് മറ്റൊന്നിനേക്കാൾ 50 ഡിഗ്രി കൂടുതലായിരിക്കണം. ചെറിയ കോൺ എത്രയാകണം? ഇവര് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഒരു ലൈൻ ഉണ്ട്. ആ ലൈനിന്റെ ഏതെങ്കിലും ഒരു ബിന്ദുവിൽ നിന്ന് ഒരു ലൈൻ വരയ്ക്കണം. ഒരു ലൈൻ വരച്ചപ്പോഴത്തേക്ക് അതിന്റെ ഒരു വശത്തെ കോണെന്ന് പറഞ്ഞത്, ഇപ്പൊ ഇവിടെ 2 കോൺ ഉണ്ടായില്ലേ? ഒരു ചെറിയ കോണും ഒരു വലിയ കോണും ഉണ്ടായില്ലേ? ഒരു ചെറിയ കോണുണ്ടായി, ഒരു വലിയ കോണുണ്ടായില്ലേ? അപ്പൊ ഇവിടുത്തെ ഈ വലിയ കോണെന്ന് പറയുന്നത് ചെറിയ കോണിനേക്കാൾ 50 ഡിഗ്രി കൂടുതലായിരിക്കണം എന്നാണ് അവര് പറഞ്ഞത്. 50 ഡിഗ്രി കൂടുതലായിരിക്കണം, 50 ഡിഗ്രി കൂടുതലായിരിക്കണം. അതായത് ചെറിയ കോണിനേക്കാൾ 50 ഡിഗ്രി കൂടുതലായിരിക്കണം വലിയ കോൺ. ഇതൊരു ലീനിയർ പെയർ അല്ലേ? ലീനിയർ പെയർ എന്ന് പറയുമ്പോൾ ഇവിടെ മൊത്തത്തിലുള്ള ഈ ആംഗിൾ എന്ന് പറയുന്നത് എത്രയാ? 150 ഡിഗ്രി അല്ലേ മൊത്തത്തിലുള്ള ആംഗിൾ അല്ലേ? അപ്പൊ 150 ഡിഗ്രിയാണ് മൊത്തത്തിലുള്ള ആംഗിൾ. അപ്പൊ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ മൊത്തത്തിലുള്ള ആംഗിൾ 150 ഡിഗ്രിയാണ് നമുക്കറിയാം. അത് കൂടാതെ അവർ തന്നേക്കുന്ന കാര്യം എന്ന് പറയുന്നത് വലിയ കോണെന്ന് പറയുന്നത് ചെറിയ കോണിനേക്കാൾ 50 ഡിഗ്രി കൂടുതലാണ്. അപ്പൊ നമ്മൾ ഇവിടുത്തെ സ്മാളർ ആംഗിൾ, ചെറിയ കോൺ, സ്മാളർ ആംഗിൾ അല്ലെങ്കിൽ ചെറിയ കോൺ എന്ന് പറയുന്നത് നമ്മൾ എക്സ് ഡിഗ്രി ആയിട്ട് എടുത്തൂടെ? സ്മാളർ ആംഗിൾ അല്ലെങ്കിൽ ചെറിയ കോൺ എന്ന് പറഞ്ഞാൽ എക്സ് ഡിഗ്രി ആയിട്ട് എടുത്തൂടെ? സ്മാളർ ആംഗിൾ എക്സ് ഡിഗ്രി ആണെങ്കിൽ ലാർജർ ആംഗിൾ എത്ര? ലാർജർ ആംഗിൾ വലിയ കോൺ എത്ര ഡിഗ്രി ആയിരിക്കും? സ്മാളർ ആംഗിളിനേക്കാളും 50 ഡിഗ്രി കൂടുതലായിരിക്കത്തില്ലേ? കൂടുതലായിരിക്കണം എന്നല്ല അവർ പറഞ്ഞേക്കുന്ന. സ്മാളർ ആംഗിൾ ചെറിയ കോണിനേക്കാളും 50 ഡിഗ്രി കൂടുതലായിരിക്കണം എന്നല്ല അവർ പറഞ്ഞേക്കുന്ന. ഓക്കെ അല്ലേ? ലാർജർ ആംഗിൾ എന്ന് പറയുന്നത് 50x ഡിഗ്രി പ്ലസ് 50 ഡിഗ്രി ആണ്. മൊത്തത്തിൽ എത്ര? സം ഓഫ് ആംഗിൾസ് എത്ര? സം ഓഫ് ആംഗിൾസ് ഈക്വൽ ടു 180 ഡിഗ്രി അല്ലേ? സം ഓഫ് ആംഗിൾസ് 180 ഡിഗ്രി അല്ലേ? മൊത്തത്തിലുള്ള ആംഗിൾ 180 ഡിഗ്രി അല്ലേ? കാരണം എന്തുവാ? ലീനിയർ പെയർ ആണ്. ലീനിയർ പെയർ അല്ലേ? അവര് പറഞ്ഞേക്കുന്നത് അതല്ലേ?
ഒരു ലൈനിലെ ഏതെങ്കിലും ഒരു പോയിന്റ്, ഏതെങ്കിലും ഒരു ബിന്ദുവിൽ നിന്ന് മറ്റൊരു ലൈൻ വരയ്ക്കുക. എങ്ങോട്ടൊക്കെ വരച്ചാൽ മതി. വരയ്ക്കുന്നതനുസരിച്ച് നമ്മള് ചെറിയ കോണും വലിയ കോണും വരുന്ന സ്ഥാനം മാറുന്നതാണ്. ചിലപ്പോ ഇപ്പുറത്താവാം, ചിലപ്പോ അപ്പുറത്താവാം. അതൊക്കെ നമ്മുടെ ഇഷ്ടം. അവര് കറക്റ്റായിട്ട് പറഞ്ഞില്ലല്ലേ. ഏതെങ്കിലും ഒരു ലൈനില്ല, ഒരു ബിന്ദുവിൽ നിന്ന് ഒരു ലൈൻ വരയ്ക്കുക. അവിടെ ഒരു ചെറിയ കോണും ഉണ്ടാവും, വലിയ കോണും ഉണ്ടാവും. വലിയ കോൺ എന്ന് പറയുന്നത്, ലാർജർ ആംഗിൾ എന്ന് പറയുന്നത് ചെറിയ കോണിനേക്കാൾ, സ്മോളർ ആംഗിളിനേക്കാൾ 50 ഡിഗ്രി കൂടുതലായിരിക്കണം, 50 ഡിഗ്രി കൂടുതലായിരിക്കണം. അതുകൊണ്ട് നമ്മൾ അവിടെ ചെറിയ കോൺ എന്ന് പറയുന്നത്, സ്മോളർ ആംഗിൾ എന്ന് പറയുന്നത് x ഡിഗ്രി എടുത്ത് അതുകൊണ്ട് അവിടുത്തെ ലാർജർ ആംഗിൾ ആയിട്ടുള്ള വലിയ കോൺ എന്ന് പറയുന്നത് ചെറിയ കോണിനേക്കാൾ 50 ഡിഗ്രി കൂടുതൽ എന്നല്ല അവർ പറഞ്ഞിരുന്നത്. x ഡിഗ്രി പ്ലസ് 50 ഡിഗ്രി കിട്ടും. ഇതൊരു ലീനിയർ പെയർ ആയതുകൊണ്ട് മൊത്തത്തിലുള്ള ആംഗിൾ ഈ ചെറിയ കോണും വലിയ കോണും കൂടെ കൂട്ടുമ്പോൾ 150 ഡിഗ്രി കിട്ടുമെന്ന് നമുക്കറിയാം. അപ്പൊ നമുക്ക് എന്താ കിട്ടും? 150 ഡിഗ്രി കിട്ടുമെന്ന് നമുക്കറിയാം. അപ്പൊ നമുക്ക് സം ഓഫ് ആംഗിൾസ് ഈക്വൽ ടു എത്ര? x ഡിഗ്രി പ്ലസ് 50 ഡിഗ്രി അല്ലേ? സ്മോളർ ആംഗിൾ പ്ലസ് ലാർജർ ആംഗിൾ, സ്മോളർ പ്ലസ് ലാർജർ. സ്മോളർ ആംഗിളും ലാർജർ ആംഗിളും കൂട്ടുന്നതില് സം ഓഫ് ആംഗിൾസ്. സ്മോളർ ആംഗിൾ എത്ര? x ഡിഗ്രി പ്ലസ് ലാർജർ ആംഗിൾ എത്ര? x ഡിഗ്രി പ്ലസ് 50 ഡിഗ്രി അല്ലേ? x ഡിഗ്രി പ്ലസ് ഡിഗ്രി എത്ര? 2x ഡിഗ്രി പ്ലസ് 50 ഡിഗ്രി. അപ്പൊ സം ഓഫ് ആംഗിൾസ് എന്ന് പറയുന്നത് 2x ഡിഗ്രി പ്ലസ് 50 ഡിഗ്രിയാണ് നമുക്ക് കിട്ടി. അപ്പൊ ഈ 2x ഡിഗ്രി പ്ലസ് 50 ഡിഗ്രി അല്ലേ ഈ 150 ഡിഗ്രി? സം ഓഫ് ആംഗിൾസ് അല്ലേ 150 ഡിഗ്രി? സം ഓഫ് ആംഗിൾസ് അല്ലേ 2x ഡിഗ്രി പ്ലസ് 50 ഡിഗ്രി? അപ്പൊ ഈ സാധനം എന്ന് പറഞ്ഞത് ഇത് രണ്ടും സെയിം അല്ലേ? എന്തുകൊട്ടി 2x പ്ലസ് ഈ ഡിഗ്രി അവസാനം ഇട്ടാലും മതി, 50 ഈക്വൽ ടു 180. 2x പ്ലസ് 50 ഈക്വൽ ടു 180 കിട്ടി. ഇവിടെ നിന്ന് 2x ഈക്വൽ ടു പ്ലസ് 50 ഈക്വലിന്റെ അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? -50 ആവും. ഈക്വലിന്റെ അപ്പുറത്ത് പോകുമ്പോൾ പ്ലസ്, ഈക്വലിന്റെ അപ്പുറത്ത് പോകുമ്പോൾ മൈനസ് ആവും. 180 മൈനസ് 50, 180 മൈനസ് 50. 2x എത്ര കിട്ടി? 2x സമം 130 കിട്ടി. 2x നെ 130 കിട്ടി. ഇവിടെ നിന്ന് x സമം 2x എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു എക്സ് അല്ലേ? 2 ഗുണം എക്സ് അല്ലേ? 2 ഇൻറ്റു എക്സ് അല്ലേ? 2 ഗുണം എക്സ് അല്ലേ? അതുകൊണ്ട് 2x എന്ന് പറയുന്ന 2 ഗുണം എക്സ് ആയതുകൊണ്ട് x ഈക്വൽ ടു 2 ഈക്വലിന്റെ അപ്പുറത്ത് പോകുമ്പോൾ, ഇവിടെ ഗുണിച്ചേക്കുന്ന 2 ഈക്വലിന്റെ അപ്പുറത്ത് പോകുമ്പോൾ ഡിവിഷൻ ആവും. 130 ഡിവൈഡഡ് ബൈ 2 എത്ര കിട്ടി? 65 ഡിഗ്രി കിട്ടി. അപ്പൊ x എന്ന് പറയുന്നത് 65 ഡിഗ്രിയാണ്. x എന്ന് പറയുന്നത് 65 ഡിഗ്രിയാണ്. നമുക്ക് x എന്ന് പറയുന്ന 65 ഡിഗ്രി കിട്ടി. ഈ x എന്ന് പറയുന്ന ഈ 65 ഡിഗ്രി എന്ന് പറയുന്നത് സ്മോളർ ആംഗിളിലെ, അപ്പൊ സ്മോളർ ആംഗിൾ കിട്ടി, സ്മോളർ ആംഗിൾ കിട്ടി 65 ഡിഗ്രി. അവര് സ്മോളർ ആംഗിളെ കണ്ടുപിടിക്കാൻ പറഞ്ഞോളൂ, നമുക്ക് ലാർജർ കൂടെ കണ്ടുപിടിച്ച് വെക്കാം. ഓക്കെ, അപ്പൊ ലാർജർ ആംഗിൾ ഈക്വൽ ടു ലാർജർ ആംഗിൾ വലിയ കോൺ ഈക്വൽ ടു x ഡിഗ്രി പ്ലസ് 50 ഡിഗ്രി അല്ലേ? x ഡിഗ്രി എത്ര? 65 പ്ലസ് 50 ഈക്വൽ ടു 115 ഡിഗ്രി അല്ലേ? 115 പ്ലസ് 65 എത്ര? 150 ഡിഗ്രി അല്ലേ? ഇത്രയുള്ള സംഭവം സിമ്പിൾ ആണ്. ഇതൊന്ന് നോക്കാം.